വൈറ്റ് വാക്കേഴ്സ് പോയെന്ന വിശ്വാസത്തിൽ തന്റെ കൂടെയുള്ളവർ താവളമടിച്ചിരുന്ന സ്ഥലം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങിയ സാമിനെ കുറച്ചു ദൂരം പിന്നീട് മുൻപ് തന്നെ ഒരു വൈറ്റ് വാക്കർ ആക്രമിച്ചു. അപ്പോഴേക്കും അവരുടെ ഇടയിൽ നിന്നും കൂട്ടം തെറ്റിപ്പോയ ജോണിന്റെ ചെന്നായ ഗോസ്റ്റ് പെട്ടെന്ന് അവിടെ എത്തി സാമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ നൈറ്റ് വാച്ച് കമാൻഡർ മോമോണ്ടും സംഘവും അവിടെ എത്തി അതിനെ കത്തിച്ചു കൊന്നുകളഞ്ഞു. അതിനുശേഷം വൈറ്റ് വാക്കേഴ്സ് വരുന്ന വിവരം എത്രയും പെട്ടെന്ന് വെസ്റ്ററോസിലെ എല്ലാ നഗരങ്ങളിലേക്കും എത്തിക്കാൻ അവർ കാസിൽ ബ്ലാക്ക് ലക്ഷ്യമാക്കി നീങ്ങി. വൈറ്റ് വാക്കേഴ്സുമായുള്ള യുദ്ധത്തിൽ വല്ലാതെ തളർന്നിരുന്ന അവർ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുമായി വീണ്ടും ക്രസ്റ്ററിന്റെ താവളത്തിലെത്തി. എന്നാൽ അവരോട് വളരെ ക്രൂരമായി പെരുമാറിയ ക്രസ്റ്റർ അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്തില്ലെന്ന് മാത്രമല്ല അവരെ പരിഹസിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. ക്രസ്റ്ററിന്റെ ഈ പ്രവൃത്തികൾ അതിര് കടന്നപ്പോൾ കാൾ എന്ന സൈനികന്റെ നിയന്ത്രണം വിട്ടു. സ്വന്തം പെൺമക്കളെ വിവാഹം ചെയ്ത് അതിലുണ്ടായ മക്കളെ കാട്ടിൽ കൊണ്ടുപോയി കളയുന്ന ഒരു നീചനാണ് നീയെന്ന് അവൻ ക്രസ്റ്ററുടെ മുഖത്തു നോക്കി പറഞ്ഞു. ഇത് കേട്ട ക്രസ്റ്റർ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ഒരു മഴുവെടുത്ത് കാളിനെ വെട്ടാൻ പാഞ്ഞെടുത്തു. ക്രസ്റ്റർ മഴു വീശിയതും ഒഴിഞ്ഞു മാറിയ കാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ക്രസ്റ്ററുടെ കഴുത്തിൽ കുത്തിയിറക്കി കൊന്നുകളഞ്ഞു. തന്റെ ആജ്ഞ ലംഘിച്ച് ക്രസ്റ്ററെ ആക്രമിച്ച കാളിനെതിരെ തിരിഞ്ഞ കമാൻഡർ മോമണ്ടിനെ റഹാസ് എന്ന മറ്റൊരു സൈനികൻ പിന്നിൽ നിന്ന് കുത്തിക്കൊന്നതോടെ പട്ടിണിയും അപമാനവും ഭ്രാന്തന്മാരാക്കിയിരുന്ന നൈറ്റ്സ് വാച്ചിലെ അംഗങ്ങൾ രണ്ട് ചേരിയായി തിരിഞ്ഞ് പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി. ഈ ബഹളത്തിനിടയിൽ ക്രസ്റ്ററിന്റെ മകളും ഭാര്യയുമായ ഗില്ലിയെയും അവളുടെ കുഞ്ഞിനെയും കൂട്ടി സാം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അതേസമയം വൈൽഡ് ലിങ്സിന്റെ പിടിയിലായി അവരുടെ താവളത്തിലെത്തിയ ജോൺ സ്നോ മനുഷ്യരെക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള ജയാൻസ് എന്ന് വിളിക്കുന്ന വൈൽഡ് ലിങ്സുകളെ കണ്ട് അത്ഭുതപ്പെട്ടു. അതിനുശേഷം രാജാവായ മാൻസ് റൈഡറുടെ കൂടാരത്തിലേക്ക് പോയ ജോൺ ആദ്യം കാണുന്നത് മാൻസ് റൈഡറുടെ സൈന്യാധിപനായ ടോമണ്ടിനെയാണ്. ടോമണ്ട് അവനെ ചോദ്യം ചെയ്യുന്നതിനിടെ മാൻസ് റൈഡർ കയറി വന്നു. നെഡ് സ്റ്റാർക്കിന്റെ മകനായ നീ എന്തിനാണ് ഞങ്ങളുടെ കൂടെ ചേരുന്നതെന്ന് മാൻസ് റൈഡർ അവനോട് ചോദിച്ചു. ജോൺ ഒരു ചാരനാണോ എന്ന് അറിയാനുള്ള ആ ചോദ്യത്തിന് ജോൺ വിദഗ്ധമായ ഉത്തരം പറഞ്ഞു. വരുന്ന വഴിയിൽ തന്റെ പെൺമക്കളെ വിവാഹം കഴിക്കുകയും ആൺമക്കളെ വൈറ്റ് വാക്കറുകൾക്ക് ബലി നൽകുകയും ചെയ്യുന്ന ക്രസ്റ്റർ എന്ന മനുഷ്യനെ കണ്ടുവെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് അയാളെ സംരക്ഷിക്കുന്ന നൈറ്റ്സ് വാച്ചിന്റെ ഭാഗമാകാൻ എനിക്ക് താല്പര്യമില്ലെന്നുമുള്ള ജോണിന്റെ മറുപടി ഇഷ്ടപ്പെട്ട റൈഡർ അവനെ അവരോടൊപ്പം ചേർത്തു. എന്നാൽ അവരെ ചതിക്കാനാണ് ഭാവമെങ്കിൽ കൊന്നുകളയുമെന്ന് പറയാനും അയാൾ മടിച്ചില്ല. അവിടെ വെച്ച് ഓറൽ എന്നയാളെ ശ്രദ്ധിക്കുന്ന ജോൺ അയാൾ ഒരു വാർഗാണെന്ന് മനസ്സിലാക്കി. പക്ഷികളുടെയും മൃഗങ്ങളുടെയും മനസ്സിൽ കയറി അവയെ നിയന്ത്രിച്ച് അവയിലൂടെ കേൾക്കാനും കാണാനും സാധിക്കുന്ന വാർഗിംഗ് എന്ന കഴിവുള്ളവരെയാണ് വാർഗ് എന്ന് വിളിക്കുന്നത്. സ്വന്തം ബോധം, അതായത് കോൺഷ്യസ്നസ്, ഒരു മൃഗത്തിന്റെയോ പക്ഷിയുടെയോ ശരീരത്തിലേക്ക് മാറ്റുന്ന ഈ പ്രക്രിയ വളരെ ചുരുക്കം മനുഷ്യർക്ക് മാത്രമുള്ള ഒരു കഴിവായിരുന്നു. പ്രത്യേകിച്ചും മതിലിനപ്പുറത്ത് ജീവിക്കുന്ന വൈൽഡ് ലിങ്സിനിടയിലാണ് ഇത് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഈ കഴിവ് ഉപയോഗിച്ച് പരുന്തുകളെ പോലെയുള്ള പക്ഷികളുടെ മനസ്സിൽ കയറുന്ന വാർഗുകൾ അതിർത്തിയിലും മറ്റും ശത്രുക്കളുണ്ടോ എന്ന് മനസ്സിലാക്കുമായിരുന്നു. അയാൾ കൺട്രോൾ ചെയ്യുന്ന ആ പരുന്ത് ഒരു ഡ്രോൺ പോലെ പ്രവർത്തിച്ച് കാണുന്ന കാഴ്ചകൾ അയാളുടെ മനസ്സിലേക്ക് അയക്കും. വാർഗിംഗ് ചെയ്യുന്ന സമയം അവർ ഒരു ധ്യാനത്തിലെന്ന പോലെ ആയിരിക്കും. ജോണിനെ ശ്രദ്ധിക്കുന്ന ഓറൽ അവൻ ചാരനാണെന്നും അവനെ വിശ്വസിക്കരുതെന്നും ടോമണ്ടിനോടും വിഗ്ലിറ്റിനോടും പറഞ്ഞെങ്കിലും അവർ അതത്ര കാര്യമാക്കിയില്ല. വൈൽഡ് ലിങ്സിന്റെ ജീവിത രീതികളും മറ്റും ജോണിനെ പഠിപ്പിക്കുന്ന ഇഗ്രിറ്റ് പതുക്കെ അവനുമായി പ്രണയത്തിലായി. അങ്ങനെ ഒരു ദിവസം മാൻസ് റൈഡറും ജോണും ടോമണ്ടും അടങ്ങുന്ന ഒരു സംഘം ഫിസ്റ്റ് ഓഫ് ദി മാൻ എന്ന പർവ്വത നിരകളിൽ എത്തിയപ്പോൾ ഒരു കൂട്ടം കുതിരകളെ കൊന്നു കഷ്ണങ്ങളാക്കി അവയെ ഒരു സ്പൈറൽ ഷേപ്പിൽ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ച കണ്ട് നടുങ്ങി. ഇത് വൈറ്റ് വാക്കേഴ്സിന്റെ പണിയാണെന്ന് മനസ്സിലാക്കിയ മാൻസ് റൈഡർ എത്രയും പെട്ടെന്ന് മതിൽ കടന്ന് അപ്പുറത്തെത്തിയില്ലെങ്കിൽ അപകടമാണെന്ന് മനസ്സിലാക്കി. എന്നാൽ ആ വലിയ മതിൽ കടക്കാനുള്ള ഏക വഴി കാസിൽ ബ്ലാക്കിന്റെ ഗേറ്റ് ആയിരുന്നു. പക്ഷേ അവരെ ഒരിക്കലും അതുവഴി നൈറ്റ്സ് വാച്ച് കടത്തിവിടില്ലെന്ന് അവർക്കറിയാമായിരുന്നു. പിന്നീടുള്ള ഏക വഴി 700 അടി ഉയരമുള്ള ആ വലിയ മതിലിലൂടെ വലിഞ്ഞു കയറി അപ്പുറത്തെത്തുക എന്നുള്ളതാണ്. പക്ഷേ 10,000-ഓളം വരുന്ന ആ സംഘത്തിലെ എല്ലാവർക്കും അത് സാധിക്കില്ലെന്നറിയാമായിരുന്ന മാൻസ് റൈഡർ ഒരു പദ്ധതി തയ്യാറാക്കി. 20 പേരടങ്ങുന്ന ഒരു സംഘം ടോമണ്ടിന്റെ നേതൃത്വത്തിൽ നൈറ്റ്സ് വാച്ചിന്റെ കാവലില്ലാത്ത ഭാഗത്തുകൂടെ മതിൽ കയറി അപ്പുറത്ത് കടന്ന് കാസിൽ ബ്ലാക്കിന്റെ ഗേറ്റ് തുറക്കുക. അപ്പോഴേക്കും മാൻസ് റൈഡറും ബാക്കിയുള്ള വൈൽഡ് ലിങ്സും ഗേറ്റിന് മുൻപിലെത്തും. എല്ലാവർക്കും കാസിൽ ബ്ലാക്ക് വഴി മതിൽ കടന്ന് രക്ഷപ്പെടാം. ഇതിനായി കാസിൽ ബ്ലാക്കിനെ കുറിച്ച് നന്നായി അറിയാമായിരുന്ന ജോണിനോട് ആ സംഘത്തോടൊപ്പം പോകാൻ മാൻസ് റൈഡർ പറഞ്ഞു. അങ്ങനെ ആ കൂറ്റൻ മഞ്ഞു മതിലിന് താഴെ എത്തിയ അവർ കയറുകളും കൊളുത്തുകളും ഉപയോഗിച്ച് മഞ്ഞുകട്ടകളിൽ അള്ളിപ്പിടിച്ച് കയറാൻ തുടങ്ങി. പാതി വഴിയിൽ വെച്ച് മഞ്ഞുകട്ടകൾ അടർന്നു വീണ് താഴേക്ക് പതിക്കാൻ തുടങ്ങിയ ഇഗ്രിറ്റിനെ ജോൺ സാഹസികമായി രക്ഷിച്ചു. ഒടുവിൽ സാധാരണ ഒരു മനുഷ്യന് കയറാൻ പറ്റാത്ത ആ മതിൽ കീഴടക്കിയ അവർ കാസിൽ ബ്ലാക്കിലേക്കുള്ള യാത്ര തുടങ്ങി. അതേസമയം ക്രസ്റ്ററിന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട സാമും ഗില്ലിയും കാടിന് നടുവിൽ ഉപേക്ഷിക്കപ്പെട്ട പഴയ വീട്ടിൽ അഭയം നേടി. രാത്രിയിൽ കാക്കകളുടെ കരച്ചിൽ കേട്ട് പുറത്തിറങ്ങിയ സാം കണ്ടത് ഗില്ലിയുടെ കുഞ്ഞിനെ എടുക്കാൻ വരുന്ന ഒരു വൈറ്റ് വാക്കറെയാണ്. തന്റെ
തന്റെ വാളുകൊണ്ട് അതിനെ എതിർക്കാൻ അവൻ ശ്രമിച്ചെങ്കിലും അവനെ നിസ്സാരമായി തട്ടിമാറ്റി അത് കുഞ്ഞിനെയും ഗില്ലിയെയും ലക്ഷ്യമാക്കി നീങ്ങി. തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ഗ്ലാസ് എടുത്ത് സാം അതിന്റെ കഴുത്തിൽ കുത്തിയിറക്കിയ നിമിഷം വൈറ്റ് വാക്കർ ഒരു കണ്ണാടി ചില്ല് പോലെ തകർന്നു വീണു. ഭയന്നു വിറച്ച അവളെയും കുഞ്ഞിനെയും കൊണ്ട് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും മതിൽ കടന്ന് തെക്ക് ഭാഗത്തെത്തിയ ജോണും വൈൽഡിംഗ് സംഘവും നൈറ്റ്സ് വാച്ചിലെ സൈനികർക്കായി കുതിരകളെ വളർത്തുന്ന ഒരു വൃദ്ധന്റെ വീട്ടിലെത്തി. അയാളുടെ കുതിരകളെ മോഷ്ടിക്കുന്നതിനിടയിൽ ഭയന്ന വൃദ്ധൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അയാൾ കാസിൽ ബ്ലാക്കിലെത്തി ഈ വിവരം അറിയിച്ചാൽ അവർ ഇങ്ങോട്ട് വന്ന് എല്ലാവരെയും കൊല്ലുമെന്ന് മനസ്സിലാക്കുന്ന ടോമുഡ് അയാളെ പിന്തുടരാൻ തീരുമാനിച്ചു. അതേസമയം തിയോണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ബ്രാനും റിക്കോണും ഓഷയോടൊപ്പം നൈറ്റ്സ് വാച്ച് ലക്ഷ്യമാക്കി കാട്ടിലൂടെ നീങ്ങുകയായിരുന്നു. ഹോഡോറും അവരുടെ ചെന്നായ്ക്കളായ സമ്മറും ഷാഗി ഡോഗും കൂടെയുണ്ട്. ഈ യാത്രയിൽ ബ്രാന്റെ സ്വപ്നങ്ങളിൽ ഒരു 3 കണ്ണുള്ള കാക്ക അഥവാ 3-eye ഡ്രൈവൻ നിരന്തരം പ്രത്യക്ഷപ്പെടുന്നു. ഒരു ദിവസം സ്വപ്നത്തിൽ അമ്പും വില്ലുമായി 3 കണ്ണുള്ള ആ കാക്കയെ കൊല്ലാൻ അവൻ ശ്രമിക്കുകയാണ്. പഴയതുപോലെ നടക്കാനും ഓടാനും ഒക്കെ അവന് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം അവൻ കേട്ടു. അതിനെ കൊല്ലാൻ നിനക്ക് കഴിയില്ല, കാരണം ആ കാക്ക നീ തന്നെയാണ്. ബ്രാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപരിചിതനായ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ബ്രാൻ വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ബ്രാന്റെ ചെന്നായ സമ്മർ ഒരു അപകട സൂചന പോലെ മുരളാൻ തുടങ്ങി. എന്താണെന്നറിയാൻ പരിസരം വീക്ഷിക്കുമ്പോൾ ബ്രാൻ സ്വപ്നത്തിൽ കണ്ട ആ പയ്യൻ അവരുടെ മുന്നിലേക്ക് വന്നു. അവൻ സ്വയം പരിചയപ്പെടുത്തി. ജോർജൻ റീഡ് എന്നാണ് അവന്റെ പേര്. അവന്റെ സഹോദരി മീരയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ നിന്നെ തേടി വന്നതാണെന്നും നിന്നെ ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടിരുന്നുവെന്നും ജോർജൻ ബ്രാനിനോട് പറയുമ്പോൾ താൻ മാത്രമല്ല ജോർജനും അത്തരം സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണെന്ന് ബ്രാൻ മനസ്സിലാക്കി. ജോർജനിലൂടെ ബ്രാൻ തന്റെ സ്വപ്നത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ആരാണ് 3-eye ഡ്രൈവൻ എന്നും എന്താണ് ഈ സ്വപ്നങ്ങളുടെ എല്ലാം അർത്ഥമെന്നും ജോർജൻ ബ്രാന് വിവരിച്ചു കൊടുത്തു. ഇതൊരു സാധാരണ സ്വപ്നം കാണലല്ല. പണ്ട് വെസ്റ്ററോസിലെ ഉൾക്കാടുകളിൽ താമസിച്ചിരുന്ന ചിൽഡ്രൻ ഓഫ് ദി ഫോറസ്റ്റ് എന്ന വർഗം മരങ്ങളോട് സംസാരിക്കുകയും മൃഗങ്ങളുടെ കണ്ണിലൂടെ ലോകം കാണുകയും ചെയ്തിരുന്നു. ആ ശക്തിയെ ഗ്രീൻ സൈറ്റ് എന്നും വാർഗി എന്നുമാണ് അവർ വിളിച്ചിരുന്നത്. ഈ കഴിവാണ് ജോർജനും ബ്രാനും കിട്ടിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 3-eye ഡ്രൈവൻ ഒരു കാക്കയല്ല. ലോകത്തിന്റെ വടക്കേ അറ്റത്തെ ഒരു ഗുഹയ്ക്കുള്ളിലിരുന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനാണ് അയാൾ. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ലോകത്തിന്റെ മുഴുവൻ ചരിത്രത്തിന്റെയും സൂക്ഷിപ്പുകാരൻ. വാർദ്ധക്യം കാരണം മരിക്കാനായ അയാൾക്ക് ഒരു പിൻഗാമിയെ വേണമായിരുന്നു. കാരണം അയാൾ മരിച്ചാൽ ലോകത്തിന്റെ ഓർമ്മകൾ മാഞ്ഞുപോകും. അയാൾ തിരഞ്ഞെടുത്ത ആ പിൻഗാമിയായിരുന്നു ബ്രാൻ സ്റ്റാർക്ക്. മരിക്കുന്നതിന് മുൻപ് ബ്രാനിനെ അയാളുടെ അടുത്തെത്തിക്കാൻ അയാൾ തന്നെയാണ് ഗ്രീൻ സൈറ്റ് ഉപയോഗിച്ച് ജോർജനെ അയച്ചത്. ജോർജൻ ബ്രാനെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതും മതിലിനപ്പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതും ഒന്നും ഓഷയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു വൈൽഡിംഗ് ആയ അവൾക്ക് മതിലിനപ്പുറമുള്ള ഭീകരതകൾ നന്നായി അറിയാം. മൈസ്റ്റർ ലുവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ നിങ്ങളെ നൈറ്റ്സ് വാച്ചിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. വെസ്റ്ററോസിൽ നടക്കുന്ന സിംഹാസനത്തിന് വേണ്ടിയുള്ള യുദ്ധത്തെക്കാൾ പ്രധാനം വടക്ക് നിന്ന് വരാൻ പോകുന്ന വൈറ്റ് വാക്കേഴ്സുമായുള്ള യുദ്ധമാണെന്നും അതിൽ ജയിക്കാൻ മനുഷ്യർക്ക് ബ്രാനിന്റെ സഹായവും കഴിവുകളും ആവശ്യമായി വരുമെന്നും ജോർജൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി. അതോടെ ബ്രാൻ ഒരു തീരുമാനമെടുത്തു. തനിക്ക് കാസിൽ ബ്ലാക്കിലേക്കല്ല പോകേണ്ടത്, മതിൽ കടന്ന് 3-eye ഡ്രൈവനെ കണ്ടെത്തണം. മതിൽ ലക്ഷ്യമാക്കിയുള്ള ആ യാത്രയിൽ കനത്ത ഇടിയും മഴയും കാരണം ക്യൂൻസ് ടൗൺ എന്ന ഗ്രാമത്തിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ടവറിൽ ബ്രാനും സംഘവും അഭയം തേടി. അപ്പോഴേക്കും തങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട കുതിരക്കാരനായ വൃദ്ധന്റെ പിന്നാലെ വന്ന ജോണും വൈൽഡിംഗ്സും ബ്രാനും സംഘവും ഒളിച്ചിരിക്കുന്ന ആ ടവറിന്റെ പുറത്തെത്തി. ഈ സമയം ഇടിമിന്നലിന്റെ ശബ്ദത്തിൽ ഭയമുള്ള ഹോഡോർ ടവറിനുള്ളിൽ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദം പുറത്തുള്ളവർ കേട്ടാൽ എല്ലാവരും കൊല്ലപ്പെടുമെന്നറിയാമായിരുന്ന അവർ ഹോഡോറിന്റെ വായ ഒത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കൂറ്റൻ മനുഷ്യന്റെ ബലത്തിനു മുന്നിൽ അവർ പരാജയപ്പെട്ടു. ഹോഡോറിന്റെ ശബ്ദം താഴെയുണ്ടായിരുന്ന വൈൽഡിംഗ് വാഗായ ഓറിൽ ശ്രദ്ധിച്ചു. മുകളിൽ ആരോ ഉണ്ടെന്ന് തന്റെ കഴുകനെ ഉപയോഗിച്ച് വാർണിംഗ് ചെയ്ത് അയാൾ ഉറപ്പുവരുത്തി. ഹോഡോറിന്റെ കരച്ചിൽ കേട്ടാൽ അവർ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ ബ്രാൻ ആദ്യമായി വാർണിംഗ് ചെയ്ത് ഹോഡോറിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അതോടെ ഹോഡോർ പെട്ടെന്ന് ശാന്തനായി മയങ്ങി വീണു. സാധാരണ വാർഗുകൾക്ക് മൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ ശരീരത്തിലേക്ക് മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. ഇതുവരെ ആർക്കും സാധിക്കാത്ത മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക എന്ന കഴിവുള്ള ബ്രാൻ വളരെ ശക്തനാണെന്ന് ജോർജൻ മനസ്സിലാക്കുന്നു. ഹോഡോർ ഉറങ്ങിയെങ്കിലും താഴെ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. ആ വൃദ്ധനെ പിടികൂടിയ വൈൽഡിംഗ്സ് ജോണിനോട് ആ വൃദ്ധനെ കൊന്ന് നീ ഞങ്ങളിൽ ഒരാളാണെന്ന് തെളിയിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ നിരപരാധിയായ ഒരു വൃദ്ധനെ കൊല്ലാൻ ജോണിന് സാധിക്കുന്നില്ല. അതോടെ ജോൺ നമ്മളിൽ ഒരാളല്ലെന്നും അവസരം കിട്ടിയാൽ അവൻ നമ്മളെ ചതിക്കുമെന്നും പറഞ്ഞ് അവനെ ആക്രമിക്കാൻ ഓറൽ പാഞ്ഞെടുത്തു. അപ്പോഴേക്കും വൃദ്ധനെ അമ്പ് ചെയ്തു കൊന്ന ഇഗ്രിറ്റ് ജോണിനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ജോൺ ഓറലുമായി ഏറ്റുമുട്ടി. അവനെ സഹായിക്കാൻ ശ്രമിച്ച ഇഗ്രിറ്റിനെ ടോമുണ്ട് പിടിച്ചുകെട്ടാൻ ശ്രമിച്ചു. പുറത്തു നടക്കുന്ന ഈ ലഹള അവസാനിപ്പിച്ച് അവരെ അവിടെ നിന്ന് ഓടിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരും പിടിക്കപ്പെടുമെന്നും ബ്രാന്റെ ചെന്നായെ വാർഗ് ചെയ്ത് അവനെ ആക്രമിക്കാനും ജോർജൻ ബ്രാനോട് പറഞ്ഞു. അതുപ്രകാരം വാർഗിംഗ് ചെയ്ത് സമ്മറിന്റെ ശരീരത്തിൽ കയറിയ ബ്രാൻ അവരെ ആക്രമിച്ചു. ചെന്നായുടെ ആക്രമണത്തിൽ ശ്രദ്ധ തെറ്റിയ ഓറലിനെ കൊലപ്പെടുത്തിയ ശേഷം ജോൺ ഒരു കുതിരയുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ജോൺ
തന്നെ ചതിച്ചത് യിഗ്രിറ്റിന് വിശ്വസിക്കാൻ സാധിച്ചില്ല. വൈൽഡിങ്സ് പോയ ശേഷം അവിടം ശാന്തമായപ്പോഴേക്കും ബ്രാൻ ഒരു കാര്യം മനസ്സിലാക്കി. 3i ഡ്രൈവിനെ കണ്ടെത്താനുള്ള തന്റെ യാത്ര കൂടുതൽ അപകടം നിറഞ്ഞതായിരിക്കും. വൈൽഡിങ്സും വൈറ്റ് വാക്കേഴ്സും അലഞ്ഞു തിരിയുന്ന കാടുകളിലൂടെയുള്ള ആ യാത്രയിൽ തന്റെ അനുജൻ റിക്കോൺ ഒരിക്കലും സുരക്ഷിതനാവില്ല. തന്റെ കുടുംബത്തിന്റെ അവസാന പ്രതീക്ഷയും അവകാശിയും അവനാണ്. അതിനാൽ ബ്രാൻ ഓഷയോട് റിക്കോണിനെയും കൂട്ടി ഏറ്റവും അടുത്തുള്ള അംബർ കുടുംബത്തിന്റെ കോട്ടയായ ലാസ്റ്റ് ഹേർത്തിലേക്ക് പോവാൻ പറഞ്ഞു. നെഡ് സ്റ്റാർക്കിന്റെ വിശ്വസ്തരായിരുന്ന അവരുടെ ഒപ്പം റിക്കോണും ഓഷയും സുരക്ഷിതരായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. അന്ന് രാത്രി തന്നെ ഓഷയും റിക്കോണും അവന്റെ ചെന്നായ ഷാഗി ഡോഗിനൊപ്പം മനസ്സില്ലാ മനസ്സോടെ അവരോട് യാത്ര പറഞ്ഞ് ലാസ്റ്റ് ഹേർത്തിലേക്ക് പോയി. ദിവസങ്ങൾ യാത്ര ചെയ്ത ശേഷം ബ്രാനും സംഘവും മതിലിന് തൊട്ടു താഴെയുള്ള നൈറ്റ് ഫോർട്ട് എന്ന ആളൊഴിഞ്ഞ കോട്ടയിലെത്തി. നൈറ്റ് വാച്ചിലെ 19 കോട്ടകളിൽ ഒന്നായിരുന്നു നൈറ്റ് ഫോർട്ട്. അന്ന് രാത്രി കോട്ടയുടെ ടവറിനുള്ളിൽ വെച്ച് നൈറ്റ് കിങ്ങിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് കാസിൽ ബ്ലാക്കിലേക്ക് പോവുകയായിരുന്ന സാമും ഗില്ലിയും ബ്രാന്റെയും സംഘത്തിന്റെയും മുന്നിൽപ്പെട്ടു. ബ്രാന്റെ ചെന്നായെ കണ്ടപ്പോൾ തന്നെ ജോണിന്റെ അനിയൻ ബ്രാൻ ആണെന്ന് മനസ്സിലാക്കിയ സാം അവനോട് കാസിൽ ബ്ലാക്കിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. തന്റെ ലക്ഷ്യം സാമിനോട് പറഞ്ഞ ബ്രാനെ തടയാൻ അവൻ ശ്രമിച്ചെങ്കിലും ജോർജൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ആ കോട്ടയിലെ ഒരു പഴയ കിണറ്റിനുള്ളിൽ മതിലിനപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു രഹസ്യവാതിൽ സാം അവർക്ക് കാണിച്ചു കൊടുത്തു. യാത്ര ചോദിച്ചു പോകാൻ തുടങ്ങിയ ബ്രാനും മീരയ്ക്കും തന്റെ കൈവശം ഉണ്ടായിരുന്ന ഡ്രാഗൺ ഗ്ലാസ് നൽകിയ സാം ഇത് നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് അവരെ യാത്രയാക്കി. മനുഷ്യരുടെ ലോകം വിട്ട് മഞ്ഞും മാന്ത്രിക വിദ്യയും നിറഞ്ഞ വടക്കൻ ലോകത്തേക്ക് ബ്രാൻ സ്റ്റാർക്ക് യാത്രയായപ്പോൾ ഗില്ലിയെയും കുഞ്ഞിനെയും കൂട്ടി കാസിൽ ബ്ലാക്ക് ലക്ഷ്യമാക്കി സാം മുന്നോട്ട് നീങ്ങി. അതേസമയം വൈൽഡിങ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് കാസിൽ ബ്ലാക്കിലേക്ക് പോകുന്ന ജോൺ സ്നോയെ അവനെ പിന്തുടർന്ന യിഗ്രിറ്റ് കണ്ടെത്തി. എന്തിനാണ് എന്നെ നീ സ്നേഹിച്ച് ചതിച്ചതെന്ന് ചോദിച്ച അവളോട് ഒരു നൈറ്റ്സ് വാച്ച് അംഗമായ തന്റെ കടമ നിറവേറ്റാൻ എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അവനെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത യിഗ്രിറ്റിന് അത് താങ്ങാനായില്ല. സങ്കടവും ദേഷ്യവും നിരാശയും സഹിക്കാനാവാതെ യിഗ്രിറ്റ് അവന് നേരെ അമ്പുകൾ എയ്ത് മുറിവേൽപ്പിച്ചെങ്കിലും ജോൺ തന്റെ കുതിരപ്പുറത്തേറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതേസമയം ബ്രാനെയും ജോർജനെയും യാത്രയാക്കിയ ശേഷം ഗില്ലിയെയും കൂട്ടി കാസിൽ ബ്ലാക്കിൽ തിരിച്ചെത്തിയ സാം മേസ്റ്റർ എയ്മനോട് വൈറ്റ് വാക്കേഴ്സിന്റെ ആക്രമണവും ക്രസ്റ്ററിന്റെ വീട്ടിലെ കൊലപാതകവും അടക്കം മതിലിനപ്പുറത്ത് സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. വരാൻ പോകുന്ന വലിയ വിപത്തിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാൻ വെസ്റ്ററോസിലെ എല്ലാ പ്രഭുക്കന്മാർക്കും അപ്പോൾ തന്നെ സന്ദേശം അയക്കാൻ മേസ്റ്റർ എയ്മൻ സാമിനെ ഏൽപ്പിച്ചു. അല്പസമയത്തിന് ശേഷം പരിക്കേറ്റ നിലയിൽ കാസിൽ ബ്ലാക്കിന്റെ ഗേറ്റിന് മുന്നിലെത്തിയ ജോൺ സ്നോയെ സാമും മേസ്റ്റർ എയ്മനും ചേർന്ന് രക്ഷപ്പെടുത്തി. അതേസമയം കിങ്സ് ലാൻഡിംഗിലെ ലാനിസ്റ്റർമാരുമായുള്ള ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിൽ തന്റെ സൈന്യത്തിന്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് മടങ്ങിയ സ്റ്റാനിസ് ബറാത്തിയൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ പഴയ തീക്ഷ്ണതയോ ആത്മവിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആയിരക്കണക്കിന് പടയാളികളെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. താൻ വിശ്വസിച്ച പ്രകാശത്തിന്റെ ദൈവം തന്നെ കൈവിട്ടുവെന്ന് അദ്ദേഹം കരുതി. എന്നാൽ ലോർഡ് ഓഫ് ദി ലൈറ്റിന്റെ പ്രവചനങ്ങൾ സത്യമാണെന്നും ഈ തോൽവി ഒരു പരീക്ഷണം മാത്രമാണെന്നും പറഞ്ഞ് സ്റ്റാനിസിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന മെലിസാൻഡ്ര സ്റ്റാനിസ് തന്നെയാണ് അടുത്ത രാജാവെന്ന് അയാൾക്ക് വീണ്ടും ഉറപ്പ് നൽകി. അപ്പോഴേക്കും യുദ്ധത്തിൽ മരിച്ചെന്ന് എല്ലാവരും കരുതിയ സ്റ്റാനിസിന്റെ സൈന്യാധിപൻ ഡാവോസ് അയാളുടെ പഴയ സുഹൃത്തും കടൽ കൊള്ളക്കാരനുമായ സാലഡോറിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ട് ഡ്രാഗൺ സ്റ്റോണിൽ തിരിച്ചെത്തി. സ്റ്റാനിസുമായി സംസാരിക്കുന്നതിനിടെ മെലിസാൻഡ്രയെ കാണുന്ന ഡാവോസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. സ്റ്റാനിസിനെ തെറ്റായ വഴിയിലൂടെ നയിച്ചതും യുദ്ധത്തിൽ തോൽപ്പിച്ചതും മന്ത്രവാദിനിയായ മെലിസാൻഡ്രയാണെന്ന് വിശ്വസിച്ചിരുന്ന ഡാവോസ് ഒരു കത്തിയെടുത്ത് അവളെ കൊല്ലാൻ പാഞ്ഞെടുത്തു. എന്നാൽ ഡാവോസിന്റെ സൈന്യത്തെക്കാൾ സ്റ്റാനിസ് വിശ്വസിച്ചിരുന്നത് മെലിസാൻഡ്രയുടെ ആഭിചാരത്തിലായിരുന്നു. മെലിസാൻഡ്രയെ ആക്രമിച്ചതിന്റെ പേരിൽ അയാൾ ഡാവോസിനെ തടവിലാക്കാൻ ഉത്തരവിട്ടു. ഇതിനിടയിൽ റൺലിയെ കൊല്ലാൻ ഉപയോഗിച്ച ആഭിചാരം പോലെ മറ്റൊരു നിഴൽ രൂപത്തെ ഉപയോഗിച്ച് ജഫ്രിയെ കൊന്നുകളയാൻ സ്റ്റാനിസ് മെലിസാൻഡ്രയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അതിപ്പോൾ സാധ്യമല്ലെന്നും ചിലപ്പോൾ സ്റ്റാനിസിന്റെ മരണത്തിന് തന്നെ അത് കാരണമായേക്കുമെന്നുമായിരുന്നു അവളുടെ മറുപടി. പകരം സ്റ്റാനിസിന്റെ സഹോദരനും മുൻ രാജാവുമായ റോബർട്ടിന്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞിന്റെ രക്തം ഉപയോഗിച്ച് ചില കർമ്മങ്ങൾ ചെയ്താൽ ഫലമുണ്ടാകുമെന്നും അവൾ പറഞ്ഞു. അതിനായി റോബർട്ടിന്റെ ഏതെങ്കിലും ജാരസന്ധതികളെ കണ്ടെത്താൻ അവർ ഡ്രാഗൺ സ്റ്റോണിൽ നിന്നും യാത്ര തിരിച്ചു. ദിവസങ്ങൾ കടന്നു പോകവേ അധികാരത്തോടുള്ള ഭ്രാന്തും യുദ്ധത്തിലെ തോൽവിയും സ്റ്റാനിസിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ തിരക്കുകളിലായിരുന്ന സ്റ്റാനിസ് ആഴ്ചകൾക്ക് ശേഷം തന്റെ ഭാര്യയായ സെലീസിനെ കാണാനായി പോയി. സ്റ്റാനിസിനും സെലീസിനും ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഒരു പെൺകുട്ടി മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പ്രസവത്തിൽ മരിച്ചുപോയ തന്റെ 3 ആൺകുട്ടികളുടെ മൃതദേഹങ്ങൾ ചില്ലുകുപ്പികളിലായി സൂക്ഷിച്ച് വിഷാദ രോഗവുമായി കഴിയുന്നവളായിരുന്നു സെലീസ്. ഒരു ആൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിക്കാത്തത് അവളുടെ കഴിവുകേടായി അവൾ കണ്ടു. മെലിസാൻഡ്രയുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് ഒരു ക്ഷമാപണം പോലെ സ്റ്റാനിസ് അവളോട് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആൺകുട്ടിയെ തരാൻ അവൾക്ക് കഴിയുമെങ്കിൽ എല്ലാം ദൈവഹിതമാണ് എന്ന അവളുടെ മറുപടി സ്റ്റാനിസിനെ കൂടുതൽ വിഷമിപ്പിച്ചു. അതിനുശേഷം തന്റെ മകളായ ഷിറീനെ കാണാനാണ് സ്റ്റാനിസ് പോയത്. ഗ്രേ സ്കെയിൽ എന്ന അസുഖം ബാധിച്ച് മുഖത്തിന്റെ പകുതി ഭാഗം വികൃതമായ കുട്ടിയായിരുന്നു ഷിറീൻ. തന്റെ സൈന്യാധിപൻ ഡാവോസുമായി വളരെയധികം ആത്മബന്ധമുള്ള
ഉണ്ടായിരുന്ന അവൾ തന്റെ അച്ഛനോട് ഡാവോസ് തിരിച്ചു വന്നോ എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. ഡാവോസ് ചില തെറ്റ് ചെയ്തതിന്റെ പേരിൽ തടവറയിലാണെന്ന് സ്റ്റാനിസ് മകളോട് പറഞ്ഞു. അയാളെ മോചിപ്പിക്കാൻ അവൾ ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റാനിസ് കൂടുതൽ സംസാരിക്കാതെ അവിടെ നിന്നും പോയി. അന്ന് രാത്രി സ്റ്റാനിസ് അറിയാതെ ഡാവോസിനെ തടവറയിൽ ചെന്ന് കാണുന്ന ഷെറീൻ അയാൾക്ക് വായിക്കാൻ ചില ചരിത്ര പുസ്തകങ്ങൾ കൊടുത്തു. ഒരു കൊള്ളക്കാരനായിരുന്ന തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറയുന്ന ഡാവോസിനെ പല തവണയായി സന്ദർശിച്ച് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അവൾ പഠിപ്പിച്ചു. അതേസമയം ഹാരൻ ഹാളിൽ നിന്നും രക്ഷപ്പെട്ട ആര്യയും ജെൻറിയും ഹോട്ട്പൈയും റിവർലാൻഡ്സിലെ കാട്ടിലൂടെ ആര്യയുടെ അമ്മയുടെ വീടായ റിവർ റണ്ണിലേക്ക് പോവുകയായിരുന്നു. ആ യാത്രക്കിടയിൽ അവർ ബ്രദർഹുഡ് വിത്തൌട്ട് ബാനേഴ്സ് എന്ന ഗറില്ല പോരാളികളുടെ മുന്നിൽപ്പെട്ടു. ബെറിക് ഡൊണ്ടാറിയൻ, തോറസ് എന്നിവരായിരുന്നു അവരുടെ നേതാക്കൾ. സ്റ്റോം ലാൻഡ്സിലെ ഹൗസ് ഡൊണ്ടാറിയൻ കുടുംബത്തിന്റെ പ്രഭുവായിരുന്ന ബെറിക് ഡൊണ്ടാറിയൻ നെഡിന്റെ വിശ്വസ്തനായിരുന്നു. റോബർട്ടും നെഡും മരിച്ചതോടെ ലാനിസ്റ്റർമാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബെറിക്കിനെ തന്റെ സുഹൃത്തും ലോർഡ് ഓഫ് ദി ലൈറ്റ് മതത്തിന്റെ പുരോഹിതനുമായ തോറസ് പ്രാർത്ഥനയിലൂടെ പുനർജീവിപ്പിച്ചു. ആ അത്ഭുതത്തിനു ശേഷം ബെറിക്കും സംഭവവും മറ്റൊരു രാജാവിനെ സേവിക്കുന്നതിന് പകരം ബ്രദർഹുഡ് വിത്തൌട്ട് ബാനേഴ്സ് എന്ന പേരിൽ ഒരു സംഘമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. അധികാരത്തിനായുള്ള രാജാക്കന്മാരുടെ യുദ്ധത്തിനിടെ എല്ലാം നഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു പിന്നീട് അങ്ങോട്ട് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം. ബ്രദർഹുഡിന്റെ ആളുകൾ തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന ആര്യയും ജെൻറിയും ഹോട്ട്പൈയും അവരെ നേരിടാൻ തയ്യാറെടുത്തെങ്കിലും കുട്ടികളായ അവരെ ഉപദ്രവിക്കാതെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ തോറസ് അവരെ കൂടെ കൂട്ടി. പക്ഷെ താൻ ആരാണെന്ന സത്യം ആര്യ അവരിൽ നിന്നും മറച്ചുവെച്ചു. പോകുന്ന വഴി ഒരു സത്രത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അവരുടെ മുൻപിലേക്ക് ജോഫ്രിയുടെ അംഗരക്ഷകനായിരുന്ന ഹൗണ്ടിനെ തോറാസിന്റെ സൈന്യം പിടിച്ചുകൊണ്ടുവന്നു. ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിൽ മനം മടുത്ത് കിങ്സ് ലാൻഡിങ്ങിൽ നിന്നും നാട് വിട്ടതായിരുന്നു അയാൾ. താൻ ആരാണെന്ന് നന്നായി അറിയാവുന്ന അയാൾ തന്നെ തിരിച്ചറിയുമെന്ന് ഭയന്ന ആര്യ അവിടെ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഹൗണ്ട് അവളെ തിരിച്ചറിഞ്ഞു. എന്നാൽ നെഡിന്റെ സുഹൃത്തായിരുന്ന തോറസ് അവളെ സുരക്ഷിതമായി റിവർ റണ്ണിൽ എത്തിക്കാമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു. ശേഷം ഹൗണ്ടിനെയും കൊണ്ടവർ ബ്രദർഹുഡിന്റെ ഒളിത്താവളമായ ഹാലോ ഹിൽ എന്ന സ്ഥലത്തേക്ക് പോകാനൊരുങ്ങി. അപ്പോഴേക്കും നല്ലൊരു പാചകക്കാരനായിരുന്ന ഹോട്ട്പൈ ആ സത്രത്തിലെ സഹായിയായി നിൽക്കാൻ തീരുമാനിച്ചു. അവനോട് യാത്ര പറഞ്ഞ് ആര്യയും ജെൻറിയും തോറസിനോടൊപ്പം പോയി. ഹാലോ ഹില്ലിൽ എത്തിയ അവർ ബ്രദർഹുഡിന്റെ നേതാവായ ബെറിക് ഡൊണ്ടാറിയനെ കാണുന്നു. അവിടെ വെച്ച് തടവുകാരനായ ഹൗണ്ടിനെ ബെറിക് വിചാരണ ചെയ്തു. കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുന്ന വഴി ജോഫ്രിയെ ആക്രമിച്ചു എന്ന പേരിൽ നിരപരാധിയായ മൈക്ക എന്ന പയ്യനെ കൊന്ന കുറ്റത്തിന് ആര്യ ഹൗണ്ടിനെതിരെ സാക്ഷി പറഞ്ഞു. എന്നാൽ താൻ രാജകൽപ്പന അനുസരിക്കുക മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റം നിഷേധിച്ച ഹൗണ്ടിനെ ട്രയൽ ബൈ കോമ്പാക്ട് വഴി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ബെറിക് ആവശ്യപ്പെട്ടു. തനിക്ക് വേണ്ടി സ്വയം യുദ്ധം ചെയ്യാൻ തയ്യാറായ ഹൗണ്ടിനെതിരെ പോരാടാൻ ബെറിക് തയ്യാറായി. ആ ഗുഹയ്ക്കുള്ളിൽ നടന്ന വലിയ പോരാട്ടത്തിന്റെ അവസാനം ശക്തമായി തോളിൽ വെട്ടി ഹൗണ്ട് ബെറിക്കിനെ കൊന്നു. പക്ഷെ മരിച്ചു വീണ ബെറിക്കിനെ തോറസ് വീണ്ടും ലോർഡ് ഓഫ് ദി ലൈറ്റിന്റെ സഹായത്തോടെ പ്രാർത്ഥനയിലൂടെ പുനർജീവിപ്പിച്ചു. ഹൗണ്ടിനോട് അടങ്ങാത്ത പകയുണ്ടായിരുന്ന ആര്യ തന്റെ കയ്യിലെ കത്തി ഉപയോഗിച്ച് അയാളെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ അയാൾ ഇപ്പോൾ നിരപരാധിയാണെന്നും അയാൾ ചെയ്ത കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്നെങ്കിലും ലോർഡ് ഓഫ് ദി ലൈറ്റ് അയാൾക്ക് നൽകുമെന്നും പറഞ്ഞ് ബെറിക് അവളെ തടഞ്ഞു. കുറ്റവിമുക്തനാക്കപ്പെട്ട ഹൗണ്ടിനെ അവർ വിട്ടയച്ചു. അതേസമയം സ്റ്റാനിസിന് യുദ്ധം ജയിക്കാനുള്ള ആഭിചാര ക്രിയകൾ ചെയ്യാൻ രാജരക്തം തേടിയിറങ്ങിയ മെലിസാൻഡ്ര റിവർലാൻഡിലെ കാടുകളിൽ തമ്പടിച്ചിരുന്ന ബ്രദർഹുഡിന്റെ താവളത്തിലെത്തി. അവിടെ വെച്ച് തന്റെ ദൈവമായ ലോർഡ് ഓഫ് ദി ലൈറ്റിനെ ആരാധിക്കുന്ന തോറോസിനെയും ബെറിക്കിനെയും പരിചയപ്പെടുന്ന മെലിസാൻഡ്ര അവരോട് തന്റെ ആവശ്യം അറിയിച്ചു. അവരുടെ ഒപ്പമുള്ള ജെൻറി മരിച്ചുപോയ രാജാവ് റോബർട്ട് ബറാത്തിയന്റെ മകനാണെന്ന് മെലിസാൻഡ്രയ്ക്ക് അറിയാം. അവനെ വിട്ടു നൽകാൻ അവൾ അവർക്ക് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു. എല്ലാവരെയും തുല്യരായി കാണുന്ന ബ്രദർഹുഡിൽ അംഗമാകാൻ ജെൻറി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പണത്തിന് ആവശ്യമുള്ളതുകൊണ്ട് ബ്രദർഹുഡ് അവനെ മെലിസാൻഡ്രയ്ക്ക് വിൽക്കുന്നു. ഇതാണോ നിങ്ങളുടെ സാഹോദര്യം എന്ന് ജെൻറി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ അവനെ കൈവിടുന്നു. അവന്റെ സുഹൃത്തായ ആര്യയ്ക്കും ഇത് സഹിക്കാനായില്ല. മെലിസാൻഡ്രയുടെ മേൽ കടന്നു പിടിച്ച് നിങ്ങളൊരു മന്ത്രവാദിനിയാണ്, അവനെ നിങ്ങൾ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ ആര്യയോട് നിന്റെ കണ്ണുകളിൽ ഇനി എന്നേക്കുമായി ഇല്ലാതാക്കാൻ പോകുന്നവരുടെ കണ്ണുകളെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയുന്ന മെലിസാൻഡ്ര നമ്മൾ ഇനിയും കാണുമെന്ന മുന്നറിയിപ്പോടെ ജെൻറിയെയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ പ്രവചനമായിരുന്നു അത്. ഹൗണ്ടിനെ വെറുതെ വിടുകയും ജെൻറിയെ പണത്തിന് വേണ്ടി വിൽക്കുകയും ചെയ്തതോടെ ആര്യയ്ക്ക് ബ്രദർഹുഡിലുള്ള വിശ്വാസം നഷ്ടമായി. ഇതിന്റെ പേരിൽ ബെറിക്കുമായി തർക്കിക്കുന്ന അവളെ അയാൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലാനിസ്റ്റർമാരുടെ ഒരു സംഘം കാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ച ബെറിക് അവരെ കൊള്ളയടിക്കാൻ തന്റെ ആളുകളെയും കൂട്ടി അങ്ങോട്ട് പോകാൻ ഒരുങ്ങി. എന്നാൽ എത്രയും പെട്ടെന്ന് തന്റെ അമ്മയുടെ വീടായ റിവർ റണ്ണിൽ എത്താൻ ആഗ്രഹിച്ചിരുന്ന ആര്യയ്ക്ക് ഇനിയും ബ്രദർഹുഡിന്റെ കൂടെ തുടർന്നാൽ അത് നടക്കില്ലെന്ന് ബോധ്യമായതോടെ അവൾ അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ കാട്ടിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവൾ ചെന്ന് പെട്ടത് ബ്രദർഹുഡ് വിട്ടയച്ച ഹൗണ്ടിന്റെ കയ്യിലായിരുന്നു. അതേസമയം ജെൻറിയുമായി ഡ്രാഗൺ സ്റ്റോണിലേക്കുള്ള കപ്പൽ യാത്രയിൽ കിങ്സ് ലാൻഡിംഗിലെത്തിയ മെലിസാൻഡ്ര റെഡ് കീപ്പ് കൊട്ടാരം കാണിച്ചുകൊണ്ട് വെസ്റ്ററോസിന്റെ രാജാവായിരുന്ന റോബർട്ട് ബറാത്തിയന്റെ മകനാണ് അവനെന്ന സത്യം അവനോട് വെളിപ്പെടുത്തി.
അപ്പോഴേക്കും ഡ്രാഗൺ സ്റ്റോണിൽ തടവിലായിരുന്ന ഡാവോസിനെ സ്റ്റാനിസ് മോചിപ്പിച്ച് വീണ്ടും തന്റെ ഹാൻഡ് ഓഫ് ദി കിങ് ആയി നിയമിച്ചു. സത്യസന്ധനും ധീരനുമായ ഡാവോസിനെ സ്റ്റാനിസിന് ഇഷ്ടമായിരുന്നു. എന്നാലും മെലിസാൻഡ്രയെ എതിർക്കില്ല എന്ന നിബന്ധനയോടെ ആയിരുന്നു ഈ തീരുമാനം. അങ്ങനെ ജെൻട്രിയുമായി ഡ്രാഗൺ സ്റ്റോണിലെത്തിയ മെലിസാൻഡ്ര അവന്റെ രക്തം ഉപയോഗിച്ച് യുദ്ധം ജയിക്കാനുള്ള ആഭിചാര ക്രിയകൾ ചെയ്യാൻ തയ്യാറെടുത്തു. തന്റെ സഹോദരന്റെ മകനും യഥാർത്ഥ കിരീടാവകാശിയുമായ ജെൻട്രിയെ കണ്ട സ്റ്റാനിസ് അസ്വസ്ഥനായി. അന്ന് രാത്രി സ്റ്റാനിസ് ജെൻട്രിയെ മെലിസാൻഡ്രയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഒപ്പം ഡാവോസും ഉണ്ടായിരുന്നു. അവനെ ഒരു കട്ടിലിൽ കെട്ടിയിട്ട ശേഷം അവൾ 3 അട്ടകളെ ജെൻട്രിയുടെ ശരീരത്തിൽ വെച്ച് രക്തം കുടിപ്പിച്ചു. അതിനുശേഷം സ്റ്റാനിസ് വെസ്റ്ററോസിൽ തന്റെ സിംഹാസനത്തിന് എതിരായി നിൽക്കുന്ന 3 ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ 3 അട്ടകളെയും തീയിലെറിഞ്ഞു കരിച്ചു കളഞ്ഞു. റോബ് സ്റ്റാർക്ക്, ബെയ്ലോൺ ഗ്രേജോയ്, ജോഫ്രി ലാനിസ്റ്റർ, ഈ 3 പേരുകളാണ് സ്റ്റാനിസ് പറഞ്ഞത്. ഇതോടെ അവർ 3 പേരും മരിക്കുമെന്നും താൻ സിംഹാസനം നേടുമെന്നും സ്റ്റാനിസ് ഉറച്ചു വിശ്വസിച്ചു. അതേസമയം സ്റ്റാനിസിനെ നേരിടാനായി ടൈവൻ ലാനിസ്റ്റർ കിങ്സ് ലാൻഡിംഗിലേക്ക് പോയതോടെ മൗണ്ടനും കുറച്ച് സൈനികരും മാത്രമേ ഹാരൻ ഹാളിൽ ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കിയ റോബ് സ്റ്റാർക്ക് തന്റെ സൈന്യത്തോടൊപ്പം അവിടേക്ക് നീങ്ങി. എന്നാൽ റോബ് അവിടെ എത്തുന്നതിന് മുൻപേ തന്നെ കോട്ടയിൽ ഉണ്ടായിരുന്ന തടവുകാരെ എല്ലാം നിഷ്കരണം കൊന്ന ശേഷം മൗണ്ടൻ അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഹാരൻ ഹാളിൽ എത്തിയ റോബ് കാണുന്നത് ക്രൂരമായി കൊല്ലപ്പെട്ട തന്റെ ആളുകളെയാണ്. ആ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ മുറിവേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന കൈബൺ എന്നൊരു മെയ്സ്റ്ററെ കാണുന്ന റോബും ടലീസയും അയാൾക്ക് വേണ്ട പ്രാഥമിക ചികിത്സകൾ നൽകി അയാളെ രക്ഷിച്ചു. വിൻഡർഫെല്ലിലെ മെയ്സ്റ്റർ ലുവിനെയും കാസിൽ ബ്ലാക്കിലെ മെയ്സ്റ്റർ എമോനെയും ഒക്കെ പോലെ പണ്ഡിതന്മാരുടെ കേന്ദ്രമായ സിറ്റാഡലിലെ ഒരു അംഗമായിരുന്നു കൈബേണും. മരണത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും പഠിക്കാൻ മനുഷ്യരെ ജീവനോടെ കീറിമുറിച്ചും മറ്റും അദ്ദേഹം നടത്തിയ ചില പരീക്ഷണങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ച് സിറ്റഡൽ അദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം റിവർലാൻഡ്സിൽ ചികിത്സകനായി ജോലി ചെയ്തിരുന്ന കൈബേൺ ലാനിസ്റ്റർ സൈന്യം റിവർലാൻഡ്സ് ആക്രമിച്ചപ്പോൾ അവരുടെ പിടിയിലായി ഹാരൻ ഹാളിൽ എത്തിയതായിരുന്നു. ഹാരൻ ഹാളിൽ തമ്പടിച്ച റോബിനെ തേടി 2 സന്ദേശങ്ങൾ എത്തി. അവന്റെ അമ്മയുടെ അച്ഛനായ ഹോസ്റ്റർ ടള്ളിയുടെ മരണവാർത്തയായിരുന്നു ആദ്യത്തേത്. റൂസ് ബോൾട്ടന്റെ മകൻ റാംസി എത്തുന്നതിന് മുൻപേ തന്നെ വിൻഡർഫെൽ തീ വെച്ച് നശിപ്പിച്ച ശേഷം തിയോണും സംഘവും അവിടെ നിന്നും രക്ഷപ്പെട്ടെന്നും തന്റെ അനുജന്മാരായ ബ്രാനെയും റിക്കോണിനെയും കുറിച്ച് ഒരു വിവരവും ഇല്ലെന്നുമായിരുന്നു രണ്ടാമത്തെ സന്ദേശം. ഒരു പക്ഷേ തിയോൺ അവരെ തടവുകാരായി കൊണ്ടുപോയതായിരിക്കുമെന്ന് പറഞ്ഞ് റോബ് അമ്മയെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം ഹോസ്റ്റർ ടള്ളിയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനായി അവർ ഹാരൻ ഹാളിൽ നിന്നും റിവർ റണ്ണിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ തന്റെ അമ്മയോടൊപ്പം റിവർ റണ്ണിലെത്തിയ റോബ് സ്റ്റാർക്ക് തന്റെ മുത്തശ്ശൻ ഹോസ്റ്റർ ടള്ളിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം നടന്ന ചർച്ചയിൽ സ്റ്റോൺമിൽ എന്ന സ്ഥലത്ത് വെച്ച് ലാനിസ്റ്റർ സൈന്യത്തെയും അവരുടെ നേതാവ് മൗണ്ടനെയും ആക്രമിച്ച് തോൽപ്പിച്ചതിന് റോബ് തന്നെ അഭിനന്ദിക്കുമെന്നാണ് കേറ്റ്ലിന്റെ സഹോദരനും റോബിന്റെ അമ്മാവനുമായ എഡ്മർ ടള്ളി കരുതിയത്. പക്ഷെ റോബ് ഒരിക്കലും സ്റ്റോൺമിൽ ആക്രമിക്കാൻ വിചാരിച്ചിരുന്നില്ല. സ്റ്റോൺമില്ലിൽ വെച്ച് എഡ്മർ അവരെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ പടിഞ്ഞാറോട്ട് പോകുമായിരുന്ന മൗണ്ടനെയും സംഘത്തെയും പിടികൂടാനുള്ള കെണി റോബ് ഒരുക്കിയിരുന്നു. പക്ഷെ എഡ്മറിന്റെ എടുത്തുചാട്ടം കാരണം മൗണ്ടൻ തിരികെ ടൈവൻ ലാനിസ്റ്ററുടെ അടുത്തേക്ക് രക്ഷപ്പെട്ടു. ടൈവന്റെ വലങ്കൈയായ മൗണ്ടനെ വധിക്കാനും ഈ യുദ്ധത്തിൽ ലാനിസ്റ്റർമാരുടെ ശക്തി കുറയ്ക്കാനുമുള്ള അവസരം അതോടെ റോബിന് നഷ്ടമായി. ആ യുദ്ധത്തിൽ എഡ്മർ തടവുകാരായി പിടിച്ചുകൊണ്ടുവന്ന ലാനിസ്റ്റർ കുടുംബത്തിലെ മാർട്ടിൻ, വില്യം എന്ന 2 കുട്ടികളെ ആരും ഉപദ്രവിക്കാതെ സുരക്ഷിതമായി പാർപ്പിക്കാൻ റോബ് ടാലിസയെ ഏൽപ്പിച്ചു. പക്ഷെ അന്ന് രാത്രി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു. റോബിന്റെ സൈന്യത്തിലെ പ്രധാനിയായ റിക്കാർഡ് കാർസ്റ്റാക്ക് ജെയ്മി ലാനിസ്റ്റർ തന്റെ മകനെ കൊന്നതിനു പകരമായി എഡ്മർ പിടിച്ചുകൊണ്ടുവന്ന 2 ലാനിസ്റ്റർ കുട്ടികളെയും ക്രൂരമായി കൊന്നുകളഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത 2 കൊച്ചുകുട്ടികളെ കൊന്ന കാർസ്റ്റാക്കിനെയും കൂടെയുള്ളവരെയും റോബ് വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ കാർസ്റ്റാക്കിനെ കൊന്നാൽ അയാളുടെ വലിയ സൈന്യം നമ്മളെ ഉപേക്ഷിച്ചു പോകുമെന്നും അവരില്ലാതെ നമുക്ക് യുദ്ധം ജയിക്കാനാവില്ലെന്നുമുള്ള സത്യം കേറ്റ്ലിനും എഡ്മറും ടാലിസയും റോബിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. രാഷ്ട്രീയപരമായി നോക്കിയാൽ അവർ പറയുന്നത് ശരിയാണെങ്കിലും ഒരു രാജാവ് എന്ന നിലയിൽ നീതി നടപ്പിലാക്കേണ്ടത് തന്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന റോബ് റിവർ റണ്ണിലെ കോട്ടയുടെ മുറ്റത്ത് വെച്ച് കാർസ്റ്റാക്കിന്റെ വധശിക്ഷ നടപ്പിലാക്കി. അതോടെ കാർസ്റ്റാക്കിന്റെ സൈന്യം റോബിനെ വിട്ടുപോകുന്നു. ഇതോടെ അച്ചടക്കമില്ലാത്ത സഖ്യകക്ഷികൾ വലിയ ശത്രുക്കളെക്കാൾ അപകടകാരികളാണെന്ന വലിയ സത്യം റോബ് മനസ്സിലാക്കി. അതിനുശേഷം കിങ്സ് ലാൻഡിംഗ് ആക്രമിച്ച് ലാനിസ്റ്റർമാരെ കീഴ്പ്പെടുത്തുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ റോബ് യുദ്ധം ജയിക്കാൻ പുതിയൊരു പദ്ധതി തയ്യാറാക്കി. ലാനിസ്റ്റർമാരുടെ സ്വർണ്ണഖനികളും കുടുംബവുമുള്ള പ്രധാന കോട്ടയായ കാസ്ലി റോക്ക് ആക്രമിച്ച് കീഴടക്കുക. പക്ഷെ തന്റെ പകുതി സൈന്യത്തെയും നഷ്ടമായ റോബിന് കാസ്ലി റോക്ക് പിടിച്ചടക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: വാൾഡഫ്രയുടെ സഹായം തേടുക. പക്ഷെ അയാളുടെ മകളെ വിവാഹം ചെയ്യാമെന്ന വാക്ക് തെറ്റിച്ച റോബിനെ അയാൾ സഹായിക്കുമോ എന്ന് റോബിന് ഉറപ്പില്ലായിരുന്നു. കാസ്ലി റോക്ക് പിടിച്ചടക്കാൻ തന്നെ സഹായിക്കണമെന്ന റോബിന്റെ അഭ്യർത്ഥനയ്ക്കുള്ള മറുപടിയുമായി വാൾഡഫ്രയുടെ 2 മക്കൾ റോബിനെ കാണാനെത്തി. ഫ്രേക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് റോബ് അവരോട് മാപ്പ് ചോദിച്ചു. റോബ് തന്റെ വാക്ക് തെറ്റിച്ചതിൽ ഫ്രേക്ക് ദേഷ്യമുണ്ടെങ്കിലും ചില നിബന്ധനകളോടെ സൈന്യത്തെ വിട്ടു നൽകാൻ അദ്ദേഹം തയ്യാറാണെന്ന് അവർ റോബിനെ അറിയിച്ചു. റോബിന്റെ കീഴിലുള്ള ഹാരൻ ഹാൾ കോട്ടയുടെ അധികാരം ഫ്രേക്ക് നൽകണം. അയാളുടെ പെൺമക്കളിലൊരാളെ റോബിന്റെ
അമ്മാവൻ എഡ്മർ വിവാഹം കഴിക്കണം. ഇതായിരുന്നു ആ നിബന്ധനകൾ. റോബ് ചെയ്ത കുറ്റത്തിന് ഫ്രെയുടെ മകളെ വിവാഹം ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് എഡ്മർ പറഞ്ഞു. എന്നാൽ സ്റ്റോൺ മില്ലിൽ എഡ്മർ കാണിച്ച എടുത്തുചാട്ടം കാരണമുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ഇത് ചെയ്തേ പറ്റൂ എന്ന് റോബ് എഡ്മറിനോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ 2 ആഴ്ചയ്ക്കുള്ളിൽ ഫ്രെയുടെ കോട്ടയിൽ വെച്ച് വിവാഹം നടത്താൻ എഡ്മർ സമ്മതിച്ചു. അങ്ങനെ ഫ്രെയുടെ ട്വിൻസ് എന്ന കോട്ടയിലേക്കുള്ള യാത്രക്കിടയിൽ റോബ് ഒരു അച്ഛനാകാൻ പോകുന്ന വിവരം ടാലിസ അവനെ അറിയിച്ചു. തന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞ റോബിന് സന്തോഷം അടക്കാനായില്ല. യുദ്ധവും മരണവും മാത്രം നിറഞ്ഞ അവന്റെ ജീവിതത്തിലേക്ക് ഇതാദ്യമായി ജീവന്റെ ഒരു പുതിയ വെളിച്ചം വരുന്നു. അതേസമയം കിങ്സ് ലാൻഡിംഗിൽ ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിൽ നഗരത്തെ രക്ഷിച്ച വീരനായകനായിട്ടും പ്രശംസകൾക്ക് പകരം അവഗണനകളായിരുന്നു ടിറിയൻ ലാനിസ്റ്ററെ തേടിയെത്തിയത്. അവന്റെ പദവികളും അധികാരവും എല്ലാം അച്ഛനായ ടൈവൻ ലാനിസ്റ്ററുടെ കൈകളിലേക്ക് മാറിയിരുന്നു. ഇതിനെ ചൊല്ലി അച്ഛൻ ടൈവനുമായി തർക്കിക്കുന്ന ടിറിയൻ രാജാവിന്റെ അഭാവത്തിൽ കുടുംബത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് സൈന്യത്തെ നയിച്ചതിന് പ്രതിഫലമായി ലാനിസ്റ്റർമാരുടെ പ്രധാന കോട്ടയായ കാസ്ലി റോക്ക് അവന് നൽകാൻ ആവശ്യപ്പെട്ടു. മൂത്ത മകനായ ജെയ്മി രാജാവിന്റെ അംഗരക്ഷകനായതിനാൽ നിയമപ്രകാരം അവന് സ്വത്തുക്കളിൽ അവകാശം ഉണ്ടാകില്ല. അതുകൊണ്ട് താൻ തന്നെയാണ് കാസ്ലി റോക്കിന്റെ യഥാർത്ഥ അവകാശി എന്നവൻ പറഞ്ഞു. എന്നാൽ ടൈവന്റെ മറുപടി വളരെ ക്രൂരമായിരുന്നു. അമ്മയെ കൊന്നുകൊണ്ട് ഭൂമിയിൽ ജനിച്ചു വീണ വിരൂപിയായ നീ എനിക്കൊരു ശാപമാണെന്നും എന്റെ മകനായതുകൊണ്ട് മാത്രമാണ് നിന്നെ ജീവിക്കാൻ അനുവദിക്കുന്നതെന്നും പറഞ്ഞ് ടൈവൻ മുഴുവൻ സമയവും മദ്യപിച്ച് നടക്കുന്ന നിനക്ക് ഒരിക്കലും കാസ്ലി റോക്ക് നൽകില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു. തന്റെ അച്ഛന്റെ വെറുപ്പ് നിറഞ്ഞ ആ വാക്കുകൾ യുദ്ധത്തിലേറ്റ മുറിവിനേക്കാൾ ആഴത്തിൽ ടിറിയന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. മറുവശത്ത് കൊട്ടാരത്തിൽ രാജാവ് ജോഫ്രിയുടെയും ടൈറൽ കുടുംബത്തിലെ മാർജറിയുടെയും വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ടൈറൽ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മാർജറിയുടെ മുത്തശ്ശി ലേഡി ഒലേനയാണ്. വളരെ തന്ത്രശാലിയും ധൈര്യശാലിയുമായ ഒരു സ്ത്രീയായിരുന്നു ഒലേന. തന്റെ കൊച്ചുമകളെ വിവാഹം ചെയ്യാൻ പോകുന്ന ജോഫ്രിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചറിയാൻ സാൻസയെ ഒലേന ഒരു വിരുന്നിന് ക്ഷണിച്ചു. അവളെ നന്നായി സ്വീകരിച്ച ഒലേനയും മാർജറിയും സംസാരത്തിനിടെ ജോഫ്രിയുമായി ആദ്യ വിവാഹം ഉറപ്പിച്ച സാൻസയോട് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദമായി ചോദിച്ചു. ആദ്യം സത്യം പറയാൻ സാൻസ ഭയന്നെങ്കിലും അവൾ പറയുന്നത് ആരും അറിയില്ലെന്ന ഉറപ്പ് ഒലേന അവൾക്ക് കൊടുത്തതോടെ ജോഫ്രി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രൂരനാണെന്ന സത്യം അവരോട് പറഞ്ഞു. എന്നാൽ ജോഫ്രിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഏറെക്കുറെ അറിയാമായിരുന്ന അവർക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും വെസ്റ്ററോസിന്റെ രാജ്ഞിയാകുക എന്ന മോഹവുമായി നടക്കുന്ന മാർജറി ജോഫ്രിയുടെ ക്രൂര വിനോദങ്ങൾക്ക് കൂട്ടുനിന്നിട്ടാണെങ്കിലും തന്റെ ആഗ്രഹം നടത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ തന്റെ കൊച്ചുമകൾ ഒരു രാക്ഷസന്റെ കൈകളിലേക്കാണ് പോകുന്നതെന്ന ഭയം ഒലേനയ്ക്കുണ്ടായിരുന്നു. അപ്പോഴേക്കും കൊട്ടാരത്തിലെ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയ ടൈവൻ ബെയിലിഷിനോട് വെയിലിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. മരണപ്പെട്ട ഹാൻഡായ ജോൺ ആരന്റെ വിധവയും കെയ്റ്റ്ലിൻ സ്റ്റാർക്കിന്റെ സഹോദരിയുമായ ലൈസയെ ബെയിലിഷ് വിവാഹം ചെയ്താൽ അവർ റോബിന്റെ കൂടെ യുദ്ധത്തിൽ ചേരുന്നത് തടയാൻ സാധിക്കും എന്ന കണക്കുകൂട്ടലായിരുന്നു അത്. ബെയിലിഷിന്റെ അഭാവത്തിൽ ഒഴിവു വന്ന രാജ്യത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായ മാസ്റ്റർ ഓഫ് കോയിൻസ് പദവി ടിറിയനെ നിയമിച്ചു. വെയിലിലേക്ക് പോവാനായി തയ്യാറെടുക്കുന്ന ബെയിലിഷ് സാൻസയെ കണ്ട് അവളെ അവിടെ നിന്നും രക്ഷിച്ച് വിൻഡർഫെല്ലിൽ എത്തിക്കാമെന്ന് വീണ്ടും പറഞ്ഞു. ബെയിലിഷിനെ എന്നും സംശയത്തോടെ കണ്ടിരുന്ന ടിറിയന്റെ കാമുകിയും സാൻസയുടെ ദാസിയുമായ ഷേ അയാളെ വിശ്വസിക്കരുതെന്ന് അവളോട് പറഞ്ഞതിനാൽ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കാനാണ് തന്റെ തീരുമാനമെന്ന് സാൻസ അയാളോട് പറഞ്ഞു. കൊട്ടാരത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയേറ്റ ടിറിയൻ കണക്കുകൾ പരിശോധിക്കുന്നതിനിടയിൽ രാജ്യം വലിയ കടക്കണിയിലാണെന്ന് മനസ്സിലാക്കി. തന്റെ അച്ഛൻ ടൈവനിൽ നിന്ന് മാത്രമല്ല ബ്രാവോസിലെ അയൺ ബാങ്ക് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധരായ പലിശക്കാരിൽ നിന്നും കൊട്ടാരത്തിലെ ആവശ്യങ്ങൾക്കായി ബെയിലിഷ് കടം വാങ്ങിയിരുന്നു. തങ്ങൾ കൊടുത്ത പണം ഏതു വിധേനയും തിരിച്ചുപിടിക്കാൻ മടിക്കാത്തവരായിരുന്നു അയൺ ബാങ്ക്. യുദ്ധത്തിൽപ്പെട്ട് സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന കൊട്ടാരത്തിന് അവർ ഒരു ഭീഷണിയാകുമെന്ന് ടിറിയൻ അറിയാമായിരുന്നു. ഇതിനിടെ സാൻസയെ കടത്തിക്കൊണ്ടുപോയി സ്വന്തമാക്കാനുള്ള ബെയിലിഷിന്റെ പദ്ധതി ബെയിലിഷിന്റെ വേശ്യാലയത്തിലെ നടത്തിപ്പുകാരിയായ റോസ് എന്ന സ്ത്രീ മുഖേന മനസ്സിലാക്കുന്ന വാരിസ് ഒലെനയെ കണ്ട് ബെയിലിഷിന്റെ ഈ നീക്കം തടയാൻ മറ്റൊരു പദ്ധതി തയ്യാറാക്കി. റോബ് സ്റ്റാർക്ക് യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ വിൻഡർഫെല്ലിന്റെ അടുത്ത അവകാശി സാൻസയാണ്. ബെയിലിഷ് അവളെ സ്വന്തമാക്കിയാൽ അധികാരമോഹിയായ അയാൾ എല്ലാവർക്കും ഒരു ഭീഷണിയായി മാറുമെന്നയാൾ ഒലേനയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതോടെ തന്റെ പേരക്കുട്ടിയും മാർജറിയുടെ സഹോദരനുമായ ലോറിസിനെ കൊണ്ട് സാൻസയെ വിവാഹം കഴിപ്പിക്കാൻ കരുക്കൾ നീക്കുന്ന ഒലേന മാർജറി വഴി ഈ വിവരം സാൻസയെ അറിയിച്ചു. സുന്ദരനായ ലോറിസിനെ വിവാഹം ചെയ്യാൻ സാൻസയ്ക്ക് സമ്മതമായിരുന്നു. തന്റെ പദ്ധതികൾ തകർക്കാൻ വാരിസ് നടത്തുന്ന ഈ നീക്കങ്ങൾ മനസ്സിലാക്കുന്ന ബെയിലിഷ് ഈ വിവരങ്ങളെല്ലാം ടൈവനെ അറിയിച്ചു. സാൻസയെ ലോറസ് വിവാഹം ചെയ്താൽ ടൈറൽ കുടുംബം ലാനിസ്റ്റർ കുടുംബത്തെക്കാൾ ശക്തരാകുമെന്ന് മനസ്സിലാക്കിയ ടൈവൻ ടിറിയനോട് സാൻസയെയും സെർസിയോട് ലോറിസിനെയും വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. അവർ രണ്ടുപേരും ഇതിനെ ശക്തമായി എതിർത്തെങ്കിലും ടൈവന്റെ ഭീഷണിക്ക് മുൻപിൽ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഇതിനുശേഷം കൊട്ടാരത്തിൽ വെച്ച് കാണുന്ന ബെയിലിഷും വാരിസും തമ്മിൽ കൊമ്പുകോർത്തു. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അധികാരത്തിനും വേണ്ടി ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ബെയിലിഷിന്റെ തന്ത്രങ്ങൾ വാരിസ് എന്നും എതിർത്തിരുന്നു. രാജകുടുംബങ്ങളെ
ഗ്രാമങ്ങളെ തമ്മിലടിപ്പിച്ച് നീ സൃഷ്ടിക്കുന്ന ഈ അരാജകത്വം വെസ്റ്ററോസിനെ മുഴുവൻ വലിയ കലാപത്തിലേക്ക് തള്ളിവിടുമെന്ന് പറയുന്ന വാരിസിനോട് കെയോസ് ഈസ് നോട്ട് എ പിറ്റ്, കെയോസ് ഈസ് എ ലാഡർ എന്നാണ് ബെയിലിഷിന്റെ മറുപടി. അതായത് അരാജകത്വം ഒരു കുഴിയല്ല, അതൊരു ഏണിയാണ്. ആരെ തമ്മിലടിപ്പിച്ചും തനിക്ക് വേണ്ടത് നേടിയെടുക്കുക എന്ന അവന്റെ ഉറച്ച ലക്ഷ്യം വാരിസിനെ അറിയിച്ച ബെയിലിഷ് വെയിൽസിലേക്ക് പോകുന്നു. അതേസമയം കേറ്റ്ലിൻ സ്റ്റാർക്കിന്റെ നിർദ്ദേശപ്രകാരം ജെയ്മി ലാനിസ്റ്ററെ കിങ്സ് ലാൻഡിംഗിൽ സുരക്ഷിതനായി എത്തിക്കാൻ പുറപ്പെട്ട ബ്രിയാനെ വഴിയിലുടനീളം ജെയ്മി പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. അവളുടെ വലിയ ശരീരത്തെയും ഗൗരവത്തിലുള്ള സ്വഭാവത്തെയും ഒക്കെ കളിയാക്കുന്ന ജെയ്മിയെ അവൾ പൂർണ്ണമായും അവഗണിച്ചു. അയാളെ എങ്ങനെയെങ്കിലും കിങ്സ് ലാൻഡിംഗിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ആരും തിരിച്ചറിയാതിരിക്കാനായി രാജപാതകൾ ഒഴിവാക്കി ഗ്രാമങ്ങളിലൂടെ ആയിരുന്നു അവരുടെ യാത്ര. വഴിയിൽ വെച്ച് ഒരു കർഷകൻ അവരെ കാണുമ്പോൾ കൊട്ടാരത്തിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന ഒരു കുറ്റവാളിയാണ് ജെയ്മി എന്ന് അവൾ അയാളോട് പറഞ്ഞു. ഒരു പക്ഷെ അയാൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമെന്നും അങ്ങനെയെങ്കിൽ ആ വിവരം അയാൾ റോബിന്റെ പട്ടാളക്കാരെ അറിയിക്കുമെന്നും മുന്നറിയിപ്പ് കൊടുക്കുന്ന ജെയ്മി അയാളെ കൊന്നുകളയുന്നതാണ് നല്ലതെന്ന് ബ്രിയാനെ ഉപദേശിച്ചു. പക്ഷെ അയാൾ ഒരു കർഷകൻ മാത്രമാണെന്ന് പറയുന്ന ബ്രിയാൻ അതിന് തയ്യാറായില്ല. മുന്നോട്ട് നീങ്ങിയ അവർ ഒരു പാലത്തിന് മുകളിൽ എത്തിയപ്പോൾ ബ്രിയാന്റെ കയ്യിലുള്ള വാൾ തട്ടിയെടുത്ത ജെയ്മി അവളെ ആക്രമിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ തടവിൽ കിടന്ന് ക്ഷീണിച്ച ജെയ്മിയെ ബ്രിയാൻ നിസ്സാരമായി കീഴടക്കി. പക്ഷെ ജെയ്മി പ്രവചിച്ച പോലെ തന്നെ അവനെ തിരിച്ചറിഞ്ഞിരുന്ന ആ കർഷകൻ അപ്പോഴേക്കും റൂസ് ബോൾട്ടന്റെ പടയാളിയായ ലോക്കിന്റെയും സംഘത്തിന്റെയും കൂടെ അവിടെ എത്തി. തന്നെ വെറുതെ വിട്ടാൽ ഒരുപാട് പണം നൽകാമെന്ന് ജെയ്മി പറഞ്ഞെങ്കിലും ലോക്ക് അവരെ രണ്ടുപേരെയും പിടികൂടി. അന്ന് രാത്രി അവരുടെ ക്യാമ്പിൽ വെച്ച് ബ്രിയാനെ ലൈംഗികമായി ആക്രമിക്കാൻ ലോക്കിന്റെ സൈന്യം ശ്രമിച്ചു. ഇത് കാണുന്ന ജെയ്മി സഫയർ ഐലൻഡ്സിലെ ടാത് കുടുംബത്തിന്റെ പ്രഭുവിന്റെ മകളായ ബ്രിയാനെ ഉപദ്രവിക്കാതെ തിരിച്ചേൽപ്പിച്ചാൽ അവളുടെ അച്ഛൻ നിങ്ങൾക്ക് വിലമതിക്കാനാവാത്തത്ര രത്നങ്ങൾ സമ്മാനമായി തരുമെന്ന് ലോക്കിനോട് പറഞ്ഞു. നീലരത്നങ്ങളുടെ നാട് എന്നാണ് സഫയർ ഐലൻഡ്സ് എന്ന പേരിനർത്ഥമെങ്കിലും യഥാർത്ഥത്തിൽ ടാർത്തിൽ രത്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കള്ളം വിശ്വസിച്ച് ലോക്ക് അവളെ ഉപദ്രവിക്കുന്ന സൈനികരെ തടഞ്ഞു. അതിനുശേഷം തന്റെ അച്ഛന്റെ പ്രതാപത്തെക്കുറിച്ചും അവനെ വെറുതെ വിട്ടാൽ കിട്ടുന്ന പണത്തെക്കുറിച്ചുമെല്ലാം പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന ജെയ്മിയുടെ അഹങ്കാരം ലോക്കിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ലോക്ക് നിന്റെ അച്ഛന്റെ പ്രതാപത്തിന്റെയും പണക്കൊഴുപ്പിന്റെയും കഥകൾ ഇനിയും ഇവിടെ വിളമ്പിയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം അവന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റി. ഒരു മികച്ച പോരാളി ആയിരുന്നെങ്കിലും വലത് കൈ നഷ്ടപ്പെട്ടതോടെ ഇനി ഒരു ആയുധം ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലായ ജെയ്മി ആകെ തകർന്നുപോയി. ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് നിരാശനായിരിക്കുന്ന അവനെ ബ്രിയാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ജീവനോടെ ഇരുന്നാൽ മാത്രമേ ഇതിനൊക്കെ പകരം വീട്ടാൻ നിനക്ക് സാധിക്കൂ എന്ന് അവനെ ഓർമ്മിപ്പിച്ചു. ജെയ്മിയെയും ബ്രിയാനെയും ലോക്ക് ഹാരൻ ഹാളിൽ റൂസ് ബോൾട്ടന്റെ അടുത്തെത്തിച്ചു. ജെയ്മിയുടെ അറ്റുപോയ കൈ പഴുക്കാതിരിക്കാൻ മേജർ ക്ലെയ്ബൺ അയാളെ ചികിത്സിച്ചു. അവിടെ വെച്ച് ലോകം മുഴുവൻ തന്നെ കിങ്സ് ലെയർ എന്ന് വിളിച്ച് കളിയാക്കുന്നതിലെ സത്യാവസ്ഥ അവൻ ബ്രിയാനോട് പങ്കുവച്ചു. റോബർട്ട് ബറാത്തിയനുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നായപ്പോൾ കിങ്സ് ലാൻഡിംഗ് മുഴുവൻ വൈൽഡ് ഫയർ ഉപയോഗിച്ച് കത്തിക്കാൻ തീരുമാനിച്ച മാഡ് കിങ്ങിനെ ജെയ്മി തടയാൻ ശ്രമിച്ചു. പക്ഷെ തനിക്കെതിരെ യുദ്ധം ചെയ്യുന്ന അവന്റെ അച്ഛനായ ടൈവന്റെ തലയറുത്തു കൊണ്ടുവരാനാണ് മാഡ് കിങ് അവനോട് ആവശ്യപ്പെട്ടത്. അയാളെ തടയാൻ വേറെ ഒരു വഴിയുമില്ലാതെ വന്നതോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് തന്റെ പ്രതിജ്ഞ ലംഘിച്ച് മാഡ് കിങ്ങിനെ ജെയ്മി പിന്നിൽ നിന്നും കുത്തിക്കൊന്നത്. പക്ഷെ ആരും അയാളെ മനസ്സിലാക്കിയില്ലായിരുന്നു എന്ന് മാത്രമല്ല അയാളെ ഒരു ചതിയനായി മുദ്ര കുത്തുകയും ചെയ്തു. ഇത്രയും കാലം അയാളോട് പരിഹാസത്തോടെയും പുച്ഛത്തോടെയും പെരുമാറിയതിൽ ബ്രിയാന് ദുഃഖം തോന്നി. ജെയ്മിയുടെ ഉള്ളിലെ നന്മ തിരിച്ചറിഞ്ഞ അവൾക്ക് അയാളോട് സ്നേഹവും ബഹുമാനവും തോന്നി. ജെയ്മിയെ റോബ് സ്റ്റാർക്കിന് കൈമാറാതെ കിങ്സ് ലാൻഡിംഗിലേക്ക് അയക്കാൻ റൂസ് ബോൾട്ടൻ തീരുമാനിച്ചു. അയാളുടെ കൈ വെട്ടിമാറ്റിയതിലും അയാൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും താൻ ഉത്തരവാദിയല്ലെന്ന് ടൈവൻ ലാനിസ്റ്ററോട് പറയണമെന്ന് അയാൾ ജെയ്മിയോട് ആവശ്യപ്പെട്ടു. പക്ഷെ ബ്രിയനെ അയാളോടൊപ്പം പോകാൻ റൂസ് ബോൾട്ടൻ അനുവദിച്ചില്ല. അവളെ ലോക്കിനെ ഏൽപ്പിച്ച ശേഷം ബോൾട്ടൻ റിവർ റണ്ണിലെ വിവാഹത്തിൽ പങ്കെടുക്കാനായി പോയി. അതേസമയം കിങ്സ് ലാൻഡിംഗിൽ മാർജറിയുടെ സഹോദരൻ ലോറിസിനെ വിവാഹം ചെയ്യാൻ കാത്തിരുന്ന സാൻസ ടിറിയനാണ് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന വാർത്ത കേട്ട് വിഷമിച്ചു. മറുവശത്ത് ഈ വിവരം അറിയുന്ന ടിറിയന്റെ കാമുകി ഷേ ടിറിയനെ നേരിട്ട് കണ്ട് ബഹളമുണ്ടാക്കുന്നു. ഈ വിവാഹം തന്റെ അച്ഛന്റെ തീരുമാനമാണെന്നും തൽക്കാലം എനിക്കിത് ചെയ്തേ പറ്റൂ എന്നും അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഷേയെ രഹസ്യമായി കാണുന്ന വാരിസ് ടിറിയനെ മറന്ന് കിങ്സ് ലാൻഡിംഗ് വിട്ടുപോകാൻ അവൾക്ക് വലിയൊരു തുക വാഗ്ദാനം ചെയ്തു. തനിക്ക് ആ പണം ആവശ്യമില്ലെന്നും ടിറിയനാണ് നിങ്ങളെ അയച്ചതെങ്കിൽ അവനോട് നേരിട്ട് ഈ കാര്യം തന്നോട് പറയാനും അവൾ വാരിസിനോട് പറഞ്ഞു. അതിനുശേഷം ടിറിയനും സാൻസയും തമ്മിലുള്ള വിവാഹം നടന്നു. മനസ്സുകൊണ്ട് ടിറിയനുമായുള്ള വിവാഹം ഇഷ്ടമില്ലായിരുന്നെങ്കിലും കിടപ്പറയിൽ ഒരു ഭാര്യയുടെ കടമ ചെയ്യാനൊരുങ്ങുകയായിരുന്ന സാൻസയെ തടഞ്ഞ ടിറിയൻ നിനക്കിഷ്ടമില്ലാത്തടത്തോളം നിന്നെ ഞാൻ തൊടില്ലെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അതേസമയം ബ്രദർഹുഡിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഹൗണ്ടിന്റെ കയ്യിലകപ്പെട്ട ആര്യ അയാൾ തന്നെ കിങ്സ് ലാൻഡിംഗിൽ ജോഫ്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് കരുതിയത്. പക്ഷെ അവളെ സഹോദരനായ റോബ് സ്റ്റാർക്കിന്റെ അടുത്തെത്തിച്ചാൽ പ്രതിഫലമായി വൻ തുക കിട്ടുമെന്ന് അറിയാമായിരുന്ന ഹൗണ്ട്
റോബ് ഫ്രെയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവളെയും കൊണ്ട് ഫ്രെയുടെ കോട്ടയായ ട്വിൻസ് ടവർ ലക്ഷ്യമാക്കി നീങ്ങി. അപ്പോഴേക്കും ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷം റോബും സൈന്യവും വാൾഡർ ഫ്രെയുടെ കോട്ടയിലെത്തി. സ്ഥിരമായി പരുക്കൻ ഭാവമുള്ള ഫ്രെ പുച്ഛത്തോടെയാണ് റോബിനെ നോക്കുന്നത്. പക്ഷെ റോബ് അയാളുടെ മകളെ വിവാഹം ചെയ്യാമെന്ന വാക്ക് തെറ്റിച്ചതിന്റെ പേരിൽ ഫ്രെയോട് മാപ്പ് ചോദിച്ചു. ശേഷം അവിടെ വെച്ച് അവർ നേരത്തെ തീരുമാനിച്ചതുപോലെ എഡ്മറിന്റെയും ഫ്രെയുടെ മകൾ റോസ്ലിന്റെയും വിവാഹം നടന്നു. അന്ന് രാത്രി വിവാഹ വിരുന്നിൽ എല്ലാവരും മദ്യപിച്ച് ആഘോഷിക്കുന്നതിനിടയിൽ ആദ്യ രാത്രി എന്ന ചടങ്ങിന്റെ ഭാഗമായി എഡ്മറിനെയും റോസ്ലിനെയും എല്ലാവരും ചേർന്ന് മുറിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ആ വിരുന്ന് നടക്കുന്ന ഹാളിൽ റോബ് സ്റ്റാർക്ക്, ടാലിസ, കേറ്റ്ലിൻ സ്റ്റാർക്ക്, റൂസ് ബോൾട്ടൺ എന്നിവരും ഫ്രെയുടെ സൈനികരും മാത്രം ബാക്കിയായി. പെട്ടെന്ന് ഹാളിലെ വലിയ വാതിലുകൾ കാവൽക്കാർ അടച്ചു. തൊട്ടു പിന്നാലെ അവിടുത്തെ വാദ്യോപകരണങ്ങൾ വായിച്ചു കൊണ്ടിരുന്നവർ ആഘോഷത്തിന്റെ സംഗീതത്തിന് പകരം ദി റെയിൻസ് ഓഫ് കാസ്റ്റമേർ എന്ന ലാനിസ്റ്റർ കുടുംബത്തിന്റെ വിജയഗാനം വായിക്കാൻ തുടങ്ങി. അതൊരു അപകട സൂചനയാണെന്ന് മനസ്സിലാക്കിയ കേറ്റ്ലിൻ തന്റെ തൊട്ടടുത്തിരുന്ന റൂസ് ബോൾട്ടനെ സംശയത്തോടെ നോക്കി. അയാൾ വസ്ത്രത്തിനുള്ളിൽ കുത്തേൽക്കാതിരിക്കാനുള്ള പടച്ചട്ട ധരിച്ചിരിക്കുന്നത് കണ്ട അവർ എത്രയും പെട്ടെന്ന് ടലീസയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനും ഇതൊരു ചതിയാണെന്നും റോബിനോട് പറഞ്ഞു. ഇത് കേട്ട് റോബ് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒരാൾ ഗർഭിണിയായ ടാലിസയുടെ വയറ്റിൽ കത്തിയെടുത്ത് ആവർത്തിച്ചു കുത്തി. അവൾ രക്തം വാർന്ന് വീഴുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും മുകളിൽ ഒളിച്ചിരുന്ന ഫ്രെയുടെ സൈന്യം റോബിനെയും കേറ്റ്ലിനെയും അമ്പെയ്ത് വീഴ്ത്തി. മുറിവേറ്റ റോബ് എഴുന്നേൽക്കാൻ പോലും ആകാതെ മരിച്ചു കിടക്കുന്ന തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇഴഞ്ഞു ചെന്നു. അവളെ അവസാനമായി നോക്കുന്ന റോബിന്റെ കണ്ണുകളിൽ ജീവനില്ലായിരുന്നു. ഇതിനിടയിൽ രക്ഷപ്പെടാൻ അവസാനമായ ഒരു ശ്രമം നടത്തുന്ന കേറ്റ്ലിൻ സ്റ്റാർക്ക് ഒരു കത്തിയെടുത്ത് വാൾഡർ ഫ്രെയുടെ ഭാര്യയെ ബന്ദിയാക്കി. തന്റെ മകനെ കൊല്ലാതെ വിട്ടാൽ അയാളെ ഭാര്യയെ വെറുതെ വിടാമെന്ന് പറഞ്ഞ കേറ്റ്ലിനോട് തനിക്ക് വേറെ ഭാര്യയെ കിട്ടുമെന്നായിരുന്നു വാൾഡർ ഫ്രെയുടെ മറുപടി. അപ്പോഴേക്കും റോബിന്റെ അടുത്തെത്തിയ ചതിയനായ റൂസ് ബോൾട്ടൺ ലാനിസ്റ്റർമാർ അവരുടെ അന്വേഷണം അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റോബിന്റെ ഹൃദയത്തിലേക്ക് കത്തി കുത്തിയിറക്കി. വടക്കിന്റെ രാജാവായി വാഴ്ത്തപ്പെട്ട റോബ് സ്റ്റാർക്ക് അവിടെ മരിച്ചു വീണതിന് തൊട്ടു പിന്നാലെ അവന്റെ അമ്മ കേറ്റ്ലിന്റെ കഴുത്തറക്കപ്പെട്ടു. ടൈവൻ ലാനിസ്റ്ററുടെ കുതന്ത്രങ്ങൾക്ക് വഴങ്ങിയ റൂസ് ബോൾട്ടനും വാൾഡർ ഫ്രെയും ഒരുക്കിയ ഒരു ചതിയിൽ റോബ് സ്റ്റാർക്ക് എന്ന ധീരനായ നായകന്റെ കഥ അവസാനിച്ചു. യുദ്ധത്തിൽ ഒരിക്കലും തോൽക്കാത്ത എന്നാൽ ചതിയിലൂടെ മാത്രം വീഴ്ത്തപ്പെട്ട രാജാവായി അവൻ ചരിത്രത്തിൽ അവശേഷിച്ചു. റോബിന്റെ സൈനികരെയെല്ലാം കൂട്ടക്കൊല ചെയ്ത ശേഷം അവന്റെ തല വെട്ടിമാറ്റി ആ സ്ഥാനത്ത് അവന്റെ ചെന്നായുടെ തലയറുത്ത് കുത്തിവെച്ച ശേഷം ഫ്രെയുടെ സൈന്യം ആ വിജയം ആഘോഷിച്ചു. അപ്പോഴേക്കും ഹൗണ്ടിന്റെ കൂടെ തന്റെ അമ്മയെയും സഹോദരനെയും കാണാനെത്തിയ ആര്യ സ്റ്റാർക്ക് ഒളിച്ചു നിന്നുകൊണ്ട് ഈ കാഴ്ചകളെല്ലാം കണ്ട് തകർന്നു പോകുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ ഹൗണ്ട് മറ്റാരുടെയെങ്കിലും കണ്ണിൽ പെടുന്നതിന് മുൻപ് ആരെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതേസമയം കിങ്സ് ലാൻഡിംഗിൽ റോബ് സ്റ്റാർക്ക് കൊല്ലപ്പെട്ട വിവരം അറിയുന്ന ജോഫ്രി സന്തോഷം കൊണ്ട് മതിമറന്നു. സ്മോൾ കൗൺസിലിൽ വെച്ച് റോബിന്റെ തല തനിക്ക് വേണമെന്ന് വാൾഡർ ഫ്രെയ്ക്ക് കത്തെഴുതാൻ ആവശ്യപ്പെടുന്ന ജോഫ്രി തന്റെ വിവാഹത്തിന് അത് സാൻസയ്ക്ക് സമ്മാനമായി നൽകുമെന്നും പറഞ്ഞു. ഇത് കേൾക്കുന്ന ടിറിയൻ നിന്റെ ക്രൂരത ഇനി അവളോട് വേണ്ടെന്നും അവൾ എന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് അവനെ തടഞ്ഞു. എന്നാൽ ഞാൻ രാജാവാണെന്നും എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്യുമെന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന ജോഫ്രിയെ എപ്പോഴും സ്വയം രാജാവാണെന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ രാജാവല്ലെന്ന് പറയുന്ന ടൈവൻ അവനോട് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞു. അപമാനിതനായി അവിടെ നിന്നും ജോഫ്രി പോകുമ്പോൾ യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്നത് ടൈവനാണെന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. അതേസമയം ഹാരൻ ഹാളിൽ നിന്ന് ബ്രിയാനോട് യാത്ര പറഞ്ഞ് കിങ്സ് ലാൻഡിംഗിലേക്ക് പോകുന്ന ജെയ്മി വഴിയിൽ വെച്ച് കൈബേണുമായി സംസാരിക്കുമ്പോൾ അവൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി. ക്രൂരനായ ലോക്കും സംഘവും അവളെ ഒരു ദയവുമില്ലാതെ ഉപദ്രവിക്കുമെന്നറിയാമായിരുന്ന ജെയ്മി അവളെ കൂടെ കൂട്ടാൻ തിരിച്ച് ഹാരൻ ഹാളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയ ജെയ്മി ഒരു വലിയ കുഴിയിൽ ഒരു കരടിയോട് വെറും ഒരു മരത്തിന്റെ വാൾ ഉപയോഗിച്ച് പോരാടുന്ന ബ്രിയനെയാണ് കാണുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ലോക്കും കൂട്ടരും ആഘോഷിച്ച് ചിരിക്കുകയായിരുന്നു. ഒട്ടും സമയം പാഴാക്കാതെ ആ കുഴിയിലേക്കെടുത്ത് ചാടിയ ജെയ്മി കരടിയെ നേരിട്ട് ആ കുഴിയിൽ നിന്നും കയറാൻ അവളെ സഹായിച്ചു. ജെയ്മിയുടെ സുരക്ഷയ്ക്കായി റൂസ് ബോൾട്ടൺ നിയമിച്ചിരുന്ന പട്ടാളക്കാർ കരടിയുടെ നേരെ അമ്പെയ്ത് അതിനെ തടഞ്ഞു നിർത്തി. അവളെയും കൊണ്ട് അവിടെ നിന്നും പോകാൻ തുനിഞ്ഞ ജെയ്മിയെ ലോക്ക് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റൂസ് ബോൾട്ടന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തന്റെ തല പോകുമെന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞു. ബ്രിയാനോടൊപ്പം കിങ്സ് ലാൻഡിംഗിലെത്തുന്ന ജെയ്മിയെ ആരും തിരിച്ചറിയുന്നില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങളും അഴുക്കുപിടിച്ച ശരീരവുമായി നിന്ന് അയാളെ തട്ടിമാറ്റിക്കൊണ്ട് ആളുകൾ നടന്നു നീങ്ങി. ജെയ്മി നേരെ പോയത് സെർസിയുടെ അടുത്തേക്കായിരുന്നു. അയാളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സെർസി മുഷിഞ്ഞ വസ്ത്രത്തിൽ വലത് കൈ നഷ്ടപ്പെട്ട് അവശനായ തന്റെ സഹോദരൻ ജെയ്മിയെ കണ്ട് തകർന്നു പോകുന്നു. അപ്പോഴേക്കും വാൾഡർ ഫ്രെയുടെ കോട്ടയിൽ നടന്ന റെഡ് വെഡിങ്ങിൽ റോബ് സ്റ്റാർക്ക് കൊല്ലപ്പെട്ട വാർത്ത ഡ്രാഗൺ സ്റ്റോണിലും എത്തി. മെലിസാൻഡ്രയുടെ മന്ത്രവാദം ഫലിച്ചിരിക്കുന്നു എന്ന് സ്റ്റാനിസ് ഡാവോസിനോട് പറഞ്ഞു. എന്നാൽ മന്ത്രവാദത്തിനെതിരായ ഡാവോസ് റോബ് സ്റ്റാർക്കിന്റെ മരണത്തിന് പിന്നിൽ ഫ്രെയുടെയും റൂസ് ബോൾട്ടന്റെയും ചതിയാണെന്നും മെലിസാൻഡ്ര നിങ്ങളെ കബളിപ്പിക്കുകയാണെന്നും പറഞ്ഞു. എന്നാൽ സ്റ്റാനിസ് അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല.
ഇല്ല. ഇനി ജെൻട്രിയെ പൂർണ്ണമായി ബലി നൽകിയാൽ ബാക്കിയുള്ള രണ്ടുപേരും ഇല്ലാതാവുകയും അയൺ ത്രോൺ എന്ന വെസ്റ്ററോസിന്റെ സിംഹാസനം സ്റ്റാനിസിന്റെ കയ്യിലെത്തുകയും ചെയ്യുമെന്ന് മെലിസാൻഡ്ര സ്റ്റാനിസിനോട് പറഞ്ഞു. തന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മകനായ ജെൻട്രിയെ കൊല്ലാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന സ്റ്റാനിസിന്റെ മറുപടി അവളെ ചൊടിപ്പിച്ചു. പക്ഷെ ഒരു രാജ്യത്തെ മുഴുവൻ ഇരുട്ടിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളുടെ ജീവൻ ബലി നൽകുന്നതിൽ തെറ്റില്ല എന്ന അവളുടെ വാക്കുകൾക്ക് മുന്നിൽ സ്റ്റാനിസിന് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ ജെൻട്രിയെ ബലി നൽകാൻ സ്റ്റാനിസ് സമ്മതിച്ചു. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ഡാവോസ് ജെൻട്രിയെ കൊല്ലുന്നതിൽ നിന്ന് സ്റ്റാനിസിനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റാനിസ് പിന്മാറില്ലെന്ന് മനസ്സിലാക്കിയ ഡാവോസ് ജെൻട്രിയെ അവിടെ നിന്നും രക്ഷിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി തടവറയിൽ ഉറങ്ങുകയായിരുന്ന ജെൻട്രിയെ ആരും അറിയാതെ വിളിച്ചുണർത്തി പുറത്തെത്തിച്ച ഡാവോസ് കടൽ തീരത്ത് തയ്യാറാക്കി വെച്ച ഒരു ചെറിയ തോണിയിൽ അവനെ കയറ്റിയ ശേഷം നേരെ കിങ്സ് ലാൻഡിംഗിലേക്ക് രക്ഷപ്പെടാൻ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ ജെൻട്രി രക്ഷപ്പെട്ടതറിഞ്ഞ സ്റ്റാനിസ് ഡാവോസിന് നേരെ തിരിഞ്ഞു. തന്നെ ചതിച്ച ഡാവോസിന് അയാൾ വധശിക്ഷ വിധിച്ചു. പക്ഷേ അയാളെ പിടിച്ചു കെട്ടുന്നതിന് മുൻപ് ഡാവോസ് സ്റ്റാനിസിന് നേരെ ഒരു കത്ത് നൽകി. നൈറ്റ്സ് വാച്ചിൽ നിന്നും മെയ്സ്റ്റർ എയ്മൻ അയച്ച സന്ദേശമായിരുന്നു അത്. വൈറ്റ് വാക്കേഴ്സ് തിരിച്ചു വന്നിരിക്കുന്നു. അവരെ തടയാൻ വേണ്ട സന്നാഹങ്ങളോ സൈന്യമോ നൈറ്റ്സ് വാച്ചിൽ ഇല്ല എന്നും അവർ മതിൽ കടന്ന് വെസ്റ്ററോസ് മുഴുവൻ ഇല്ലാതാക്കുന്നതിന് മുൻപ് അവരെ തടഞ്ഞ് മതിൽ സംരക്ഷിക്കാനുള്ള സഹായ അഭ്യർത്ഥനയായിരുന്നു ആ കത്ത്. ലോർഡ് ഓഫ് ദി ലൈറ്റിന്റെ സഹായത്തോടെ ഭാവി കാണുന്ന മെലിസാൻഡ്ര ഈ കത്ത് സത്യമാണെന്നും വടക്കു നിന്നും വരുന്ന യഥാർത്ഥ ശത്രുവുമായി വരാനിരിക്കുന്ന യുദ്ധത്തിൽ ഡാവോസിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും സ്റ്റാനിസിനോട് പറഞ്ഞതോടെ വധശിക്ഷയിൽ നിന്നും ഡാവോസ് രക്ഷപ്പെട്ടു. അതോടെ വെസ്റ്ററോസിന്റെ സിംഹാസനത്തെക്കാൾ ലോകത്തെ വൈറ്റ് വാക്കേഴ്സിൽ നിന്നും രക്ഷിക്കലാണ് ഒരു രാജാവിന്റെ കടമയെന്ന് മനസ്സിലാക്കിയ സ്റ്റാനിസ് തന്റെ സൈന്യത്തോടൊപ്പം വടക്കോട്ട് പോകാൻ തീരുമാനിച്ചു. അതേസമയം വിൻഡർഫെല്ലിൽ തന്റെ കൂടെയുള്ളവരുടെ ചതിയിൽപ്പെട്ട് റൂസ് ബോൾട്ടന്റെ മകനായ റാംസിയുടെ തടവിൽ കഴിയുന്ന തിയോണിന് തന്നെ ആരാണ് പിടിച്ചുകൊണ്ടുപോയതെന്ന് മനസ്സിലായില്ല. അതിക്രൂരമായി ശരീരത്തിൽ ആണിയടിച്ചും വേദനിപ്പിച്ചും അവനെ ഉപദ്രവിക്കുന്ന അവർ എന്തിനാണ് നീ വിൻഡർഫെൽ ആക്രമിച്ചതെന്ന് ചോദിച്ചു. പക്ഷെ അവൻ പറയുന്ന മറുപടികളൊന്നും ശ്രദ്ധിക്കാതെ അവർ പീഡനം തുടർന്നുകൊണ്ടേയിരുന്നു. അവർ അവിടെ നിന്നും പോയപ്പോൾ അവിടെ തറ തുടച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ അവന് വെള്ളം നൽകി. നിന്നെ രക്ഷിക്കാൻ നിന്റെ സഹോദരി യാരെയാണ് എന്നെ അയച്ചതെന്ന് പറയുന്ന അവൻ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. അന്ന് രാത്രി തിരിച്ചെത്തിയ ആ പയ്യൻ തിയോണിന്റെ കെട്ടുകൾ അഴിച്ച് ഒരു കുതിരപ്പുറത്ത് കയറ്റി അവനോട് കിഴക്കോട്ട് പോവാനും അവിടെ അവന്റെ ചേച്ചി കാത്തിരിക്കുന്നുണ്ടെന്നും പറഞ്ഞു. പക്ഷെ രാവിലെ ആയപ്പോഴേക്കും തിയോൺ രക്ഷപ്പെട്ടതറിഞ്ഞ് അവനെ പിന്തുടർന്ന് വന്ന ആ സൈനികർ അവനെ വീണ്ടും പിടികൂടി ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവനെ സഹായിച്ച ആ പയ്യൻ അവിടെ എത്തി അവരെ എല്ലാവരെയും അമ്പെയ്ത് കൊന്ന് അവനെ രക്ഷിച്ചു. അവന്റെ സഹോദരി യാര ഡീപ്വുഡ് മോട്ട് എന്ന കോട്ടയിൽ ഉണ്ടെന്നും അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് അവന്റെ കൂടെ തിയോൺ പോകുന്നു. വിൻഡർഫെൽ ആക്രമിച്ചതും നെഡിന്റെ മക്കളെ ഉപദ്രവിച്ചതുമടക്കമുള്ള തന്റെ പ്രവൃത്തികളിൽ കഠിനമായ പശ്ചാത്താപം തോന്നിയിരുന്ന തിയോൺ തന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളെയെല്ലാം ഈ യാത്രക്കിടെ ആ പയ്യനോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. തന്നെ മകനെ പോലെ സ്നേഹിച്ച നെഡ് സ്റ്റാർക്കിനോടും കുടുംബത്തോടും ചെയ്ത ചതിയാണ് തനിക്ക് ഈ ഗതി വരുത്തിയതെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന തിയോൺ ബ്രാനെയും റിക്കോണെയും താൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്ന സത്യവും അവനോട് പറഞ്ഞു. പക്ഷേ കോട്ടയ്ക്കുള്ളിലെത്തിയ തിയോൺ ഞെട്ടിപ്പോയി. തന്നെ ഇത്രയും ദിവസം കെട്ടിയിട്ട് പീഡിപ്പിച്ച അതേ മുറിയിലാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും ആ പയ്യന്റെ നിർദ്ദേശപ്രകാരം എത്തിയ ആളുകൾ അവനെ വീണ്ടും മരക്കുരിശിൽ പിടിച്ചുകെട്ടി. ആ പയ്യൻ മറ്റാരുമായിരുന്നില്ല, റൂസ് ബോൾട്ടന്റെ മകൻ റാംസി ബോൾട്ടൺ ആയിരുന്നു. തന്റെ ഇരകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളായിരുന്നു റാംസി. രക്ഷപ്പെട്ടു എന്ന തോന്നൽ തിയോണിന് ഉണ്ടാക്കിയ ശേഷം വീണ്ടും അവനെ പീഡിപ്പിക്കാനാണ് റാംസി നാടകം കളിച്ചത്. അതിനുശേഷം തിയോണിന്റെ ഓരോ അവയവങ്ങൾ മുറിച്ച് അതിക്രൂരമായി അവനെ പീഡിപ്പിക്കുന്ന റാംസി ഒടുവിൽ അവന്റെ ലിംഗം അറുത്തുമാറ്റി അവന്റെ അച്ഛൻ ബെയ്ലോൺ ഗ്രേജോയ്ക്ക് അയച്ചു കൊടുത്തു. ഒപ്പം നിങ്ങളുടെ മകൻ ഇപ്പോൾ എന്റെ കയ്യിലാണെന്നും വടക്ക് നിന്ന് സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ അവന്റെ ഓരോ അവയവങ്ങൾ ഇതുപോലെ മുറിച്ച് അയച്ചു തരുമെന്ന സന്ദേശവും ഉണ്ടായിരുന്നു. തന്റെ ലിംഗം അറുത്തു മാറ്റപ്പെട്ട വേദനയിൽ നരകിക്കുന്ന അവന്റെ അടുത്തെത്തുന്ന റാംസി ഒന്നിനും കൊള്ളാത്ത നിന്റെ പേര് ഇന്നു മുതൽ റീക്ക് എന്നാണെന്ന് അവനോട് പറഞ്ഞു. ദുർഗന്ധം എന്നായിരുന്നു ആ വാക്കിന്റെ അർത്ഥം. സകല ശക്തിയും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് നരകയാതന അനുഭവിക്കുന്ന തിയോൺ അവന്റെ പീഡനത്തെ ഭയന്ന് തന്റെ പേര് റീക്ക് ആണെന്ന് സമ്മതിക്കുന്നു. റാംസിയുടെ സന്ദേശം ലഭിച്ച ശേഷം തന്റെ അനുജനെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ ബെയ്ലോണിനോട് കപ്പലുകൾ ആവശ്യപ്പെട്ട യാരയോട് തന്റെ വംശം നിലനിർത്താൻ സാധിക്കാത്ത തിയോണിനെ തനിക്കിനി ആവശ്യമില്ലെന്ന് പറഞ്ഞ് ക്രൂരനായ ബെയ്ലോൺ അവളെ പുച്ഛിച്ചു തള്ളി. പക്ഷെ തന്റെ അനിയന്റെ ദുരവസ്ഥയിൽ മനസ്സു പിടഞ്ഞ യാര തന്റെ മികച്ച പടയാളികളെ കൂട്ടി അവനെ രക്ഷിക്കാൻ പുറപ്പെട്ടു. അതേസമയം ക്വാർട്ടിൽ നിന്നും രക്ഷപ്പെട്ട ഡിനേറിസ് കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. അവളുടെ ഡ്രാഗണുകൾ വളരുന്നുണ്ടെങ്കിലും വെസ്റ്ററോസ് പിടിച്ചടക്കാൻ മാത്രം ശക്തി നേടാൻ ഇനിയും വലുതാകേണ്ടതുണ്ട്. മാത്രമല്ല കടലിൽ യാത്ര ചെയ്ത് ശീലമില്ലാത്ത ദോത്രാക്കികൾ കപ്പലിലെ യാത്ര കാരണം ഛർദ്ദിച്ച് അവശരായിരുന്നു. ഈ ഒരവസ്ഥയിൽ വെസ്റ്ററോസ് കീഴടക്കാൻ അവൾക്കൊരു സൈന്യം അത്യാവശ്യമാണ്. അതിനായി ആസ്റ്റപ്പോർ എന്ന സ്ഥലത്ത് ക്രാസ്നിസ് എന്ന അടിമ
അടിമക്കച്ചവടക്കാരന്റെ കയ്യിലുള്ള 8000-ഓളം വരുന്ന അൺസൾലീഡ് എന്ന സൈന്യത്തെ വാങ്ങാനായി അവർ പുറപ്പെട്ടു. ആസ്റ്റപ്പോറിലെത്തിയ ഡിനേറിസ് ക്രസ്നിസിനെ കാണുന്നു. വലേറിയൻ ഭാഷയിൽ സംസാരിച്ചിരുന്ന ക്രസ്നിസിന്റെ വാക്കുകൾ അയാളുടെ ദാസിയായ മിസാൻഡെ ഡിനേറിസിന് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊടുത്തു. അവിടെ വെച്ച് 8000-ഓളം വരുന്ന അൺസൾലീഡ് എന്ന സൈന്യത്തിന്റെ പ്രത്യേകതകൾ അയാൾ ഡിനേറിസിന് വിവരിച്ചു കൊടുത്തു. ആസ്റ്റപ്പോറിലെ തെരുവുകളിൽ നിന്ന് തുടങ്ങി യുദ്ധകളത്തിലെ ഉരുക്കു മനുഷ്യന്മാരാകുന്നതുവരെയുള്ള അൺസൾലീഡിന്റെ ജീവിതം ചോരയും കണ്ണീരും മരവിപ്പും നിറഞ്ഞതാണ്. ആസ്റ്റപ്പോറിലെ അടിമച്ചന്തകളിൽ നിന്ന് ആരോഗ്യമുള്ള 5 വയസ്സ് തികഞ്ഞ ആൺകുട്ടികളെ തിരഞ്ഞെടുത്ത ശേഷം അവരുടെ പുരുഷത്വം, അതായത് ലിംഗവും മറ്റു ഭാഗങ്ങളും പൂർണ്ണമായി മുറിച്ചു മാറ്റുന്നു. പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സ്ത്രീകളോട് ആകർഷണമോ അച്ഛനാകാനുള്ള കഴിവോ ഉണ്ടാവില്ല. അവരുടെ ശരീരത്തിലെ ടെസ്റ്റോസ്റ്ററോൺ വറ്റിപ്പോകുന്നതോടെ അവർക്ക് അമിതമായ പേശികൾ വളരില്ല. പകരം അവർക്ക് വല്ലാത്തൊരു മെയ്വഴക്കം ലഭിക്കും. ഈ കുട്ടികൾക്ക് ഭക്ഷണത്തോടൊപ്പം നൽകുന്നത് ധൈര്യത്തിന്റെ വീഞ്ഞ് അഥവാ വൈൻ ഓഫ് കറേജ് എന്ന് വിളിക്കുന്ന ഒരു പാനീയമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു മയക്കുമരുന്നാണ്. ഇത് വർഷങ്ങളോളം കുടിക്കുമ്പോൾ അവരുടെ ഞരമ്പുകൾ മരവിക്കും. അതോടെ ശരീരത്തിന് വേദന അറിയാത്ത അവസ്ഥ ഉണ്ടാകും. എന്നാൽ ശാരീരിക വേദന മാത്രമല്ല, മനസ്സിലെ സ്നേഹം, ദയ എന്നിവ കൂടി ഇല്ലാതായാലേ അൺസൾലീഡ് പൂർണ്ണമാകൂ. അതിനായി അവരുടെ യജമാനന്മാർ ഓരോ കുട്ടികൾക്കും ഒരു നായ്ക്കുട്ടിയെ നൽകും. അവൻ അതിന് പേരിടണം, ഭക്ഷണം കൊടുക്കണം, കൂടെ കിടത്തി ഉറക്കണം. ആ നരകത്തിൽ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരേ ഒരു സ്നേഹം ആ നായക്കുട്ടിയായിരിക്കും. എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ യജമാനൻ അവനോട് ആവശ്യപ്പെടും. മനസ്സലിവില്ലാതെ താൻ ഏറ്റവും സ്നേഹിച്ച ആ ജീവിയെ കൊല്ലുന്നതോടെ ആ കുട്ടിയുടെ ഹൃദയം മരിക്കുന്നു. പിന്നെ അവൻ ആരോടും സ്നേഹം തോന്നില്ല. അൺസൾലീഡ് എന്ന പദവി കിട്ടാൻ അവസാനമായി ഒരു പരീക്ഷ കൂടിയുണ്ട്. ആസ്റ്റപ്പോറിലെ മാർക്കറ്റിൽ പോയി ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു അടിമ സ്ത്രീയെ കണ്ടെത്തണം. ആ അമ്മയുടെ കൺമുന്നിൽ വെച്ച് ആ പിഞ്ചു കുഞ്ഞിനെ കൊന്ന ശേഷം ആ അമ്മയ്ക്ക് കുഞ്ഞിന്റെ വിലയായി ഒരു വെള്ളി നാണയം കൊടുക്കണം. അൺസൾലീഡ് കള്ളന്മാരല്ല എന്ന് തെളിയിക്കാനാണ് കുഞ്ഞിന്റെ വിലയായി വെള്ളി നാണയം കൊടുക്കുന്നത്. അവർക്ക് കൊലപാതകം ഒരു ജോലി മാത്രമാണ്, അതിൽ വികാരങ്ങളില്ല. കുഞ്ഞിനെ കൊല്ലുമ്പോഴും അമ്മ കരയുമ്പോഴും അവരുടെ കൈ വിറക്കില്ല. ഇത് വിജയകരമായി ചെയ്യുന്നവന് അൺസൾലീഡ് എന്ന പേര് ലഭിക്കുന്നു. അൺസൾലീഡിന്റെ കഥകളും പ്രത്യേകതകളും ഡിനേറിസിനെ ഒരേ സമയം വേദനിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ശേഷം ആസ്റ്റപ്പോറിലെ തെരുവുകൾ കാണാനിറങ്ങിയ ഡിനേറിസ് ചന്തയിൽ വെച്ച് പന്തുമായി കളിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന പന്ത് ഡിനേറിസിന് കൊടുത്ത ശേഷം അവളോട് അത് തുറക്കാൻ പറഞ്ഞു. ഡിനേറിസ് അത് തുറക്കാൻ ശ്രമിച്ചതും അവളെ പിന്തുടർന്നെത്തിയ ഒരാൾ അവളുടെ കയ്യിൽ നിന്നും ആ പന്ത് തട്ടിമാറ്റി. നിലത്ത് വീണുപോയ ആ പന്തിൽ നിന്ന് ഒരു വലിയ തേൾ പുറത്തു വന്ന് വീണു കിടക്കുന്ന ഡിനേറിസിനെ ആക്രമിക്കാൻ അവൾക്ക് നേരെ പാഞ്ഞടുത്തതും ഒരു കത്തി ഉപയോഗിച്ച് ആ മനുഷ്യൻ അതിനെ കൊന്നുകളഞ്ഞു. ക്വാർത്തിലെ മന്ത്രവാദികൾ അവളെ കൊല്ലാൻ അയച്ചതായിരുന്നു ആ കുട്ടിയെ. എന്നാൽ അതൊരു കുട്ടിയായിരുന്നില്ല, ഒരു വാർഗായിരുന്നു. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രൂപം. തന്റെ ജീവൻ രക്ഷിച്ചതിന് അയാളോട് നന്ദി പറഞ്ഞ ഡിനേറിസ് താങ്കൾ ആരാണെന്ന് ചോദിച്ചു. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല, സെർസി കിങ്സ്ഗാർഡിൽ നിന്നും പുറത്താക്കിയ സത്യസന്ധനായ സൈന്യാധിപൻ ബാരിസ്റ്റർ സെൽമി ആയിരുന്നു അത്. ഡിനേറിസിന്റെ അച്ഛൻ മാഡ് കിങ്ങിന്റെയും റോബർട്ടിന്റെയും കിങ്സ്ഗാർഡ് ആയിരുന്നു ബാരിസ്റ്റൻ. അയാൾ അവൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവളോടൊപ്പം ചേരുന്നു. ആ തെരുവിലൂടെ വീണ്ടും നടന്ന ഡിനേറിസ് ആസ്റ്റപ്പോറിലെ അടിമക്കച്ചവടത്തിന്റെയും സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന ക്രൂരതകളുടെയും പല മുഖങ്ങളും കണ്ടു. അതോടെ അൺസൾലീഡ് അടക്കമുള്ള ആ നഗരത്തിലെ എല്ലാവരെയും മോചിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. അതിനുശേഷം അവൾ നേരെ പോയത് ക്രസ്നിസിന്റെ അടുത്തേക്കാണ്. 8000-ഓളം വരുന്ന മുഴുവൻ അൺസൾലീഡിനെയും വാങ്ങാൻ താൻ തയ്യാറാണെന്ന് അവൾ അയാളെ അറിയിച്ചു. എന്നാൽ അതിനുള്ള പണം നിന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞ് അവളെ പരിഹസിച്ച ക്രസ്നിസിനോട് തന്റെ പക്കൽ 3 ഡ്രാഗണുകൾ ഉണ്ടെന്നും അതിലൊന്നിനെ പകരമായി നൽകാമെന്നും പറഞ്ഞു. ആ ഡ്രാഗണുകൾ വളർന്നാൽ അതിനേക്കാൾ വലിയൊരു ശക്തി ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അതിനെ കൊടുക്കരുതെന്ന് ജോറയും ബാരിസ്റ്റനും അവളെ ഓർമ്മിപ്പിച്ചു. പക്ഷെ ഡിനേറിസ് തന്റെ ഏറ്റവും വലിയ ഡ്രാഗണെ അയാൾക്ക് കൊടുത്ത ശേഷം സൈന്യത്തെ നിയന്ത്രിക്കാനുള്ള ദ വിപ്പ് എന്ന വടി അവൾ വാങ്ങുന്നു. അതോടെ ആ കച്ചവടം അവിടെ അവസാനിച്ചു. വിപ്പ് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഡിനേറിസ് ആണ് ഇപ്പോൾ അൺസൾലീഡിന്റെ ഉടമസ്ഥ. അവളുടെ കമാൻഡിനായി അവർ കാത്തുനിന്നു. അതേസമയം ക്രസ്നിസിന്റെ കയ്യിലുള്ള ഡ്രാഗണെ അയാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെയായി. അത് പറന്നുയരാൻ ശ്രമിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് പിടിച്ചുകെട്ടുക എന്നുള്ളത് ഡിനേറിസിനോട് ചോദിക്കാൻ ക്രസ്നിസ് മിസാൻഡയോട് പറയുന്നു. എന്നാൽ മിസാൻഡെ ആ വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് മുൻപ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡിനേറിസ് വലേറിയൻ ഭാഷയിൽ മറുപടി പറഞ്ഞു. വലേറിയൻ എന്റെ മാതൃഭാഷയാണ്. നീ ഇത്രയും നേരം എന്നെയും എന്റെ കൂടെയുള്ളവരെയും അപമാനിച്ചത് ഞാൻ കേൾക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ശേഷം തന്റെ ഡ്രാഗണെ നോക്കി അവൾ പറഞ്ഞു ഡ്രിക്കാരസ്. ഡ്രാഗൺ ക്രസ്നിസിനെ തീതുപ്പി കത്തിച്ചു കളയുന്നു. അതിനുശേഷം അൺസൾലീഡിനോട് സംസാരിച്ച ഡിനേറിസ് ആസ്റ്റപ്പോറിലെ സ്ത്രീകളെയും കുട്ടികളെയും മറ്റു നിരപരാധികളെയും ഒഴികെ അടിമക്കച്ചവടക്കാരെയും ദുഷ്ടന്മാരെയും കൊന്നുകളയാൻ ഉത്തരവിട്ടു. ആ യുദ്ധത്തിന് ശേഷം അൺസൾലീഡ് സൈന്യത്തോട് അവരിൽ ഒരാളെ നേതാവായി തിരഞ്ഞെടുക്കാൻ ഡിനേറിസ് ആവശ്യപ്പെട്ടു. അവർ ഗ്രേ വേം എന്ന സൈനികനെ അവരുടെ നേതാവായി തിരഞ്ഞെടുത്തു. അതിനുശേഷം തന്റെ വലിയ സൈന്യവുമായി അവൾ അടുത്ത അടിമക്കച്ചവട നഗരം
നഗരമായ യുങ്കായ് ലക്ഷ്യമാക്കി നീങ്ങി. യുങ്കായിലെത്തിയ ഡിനേറസിനെ അവിടുത്തെ പ്രഭുക്കന്മാരിൽ ഒരാളായ റാസ്ഡൽ സന്ദർശിച്ചു. ഡിനേറസിന് നിറയെ സ്വർണവും കപ്പലുകളും വാഗ്ദാനം ചെയ്യുന്ന റാസ്ഡൽ ഈ സമ്മാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ വെറുതെ വിടാൻ അവളോട് പറയുന്നു. യുങ്കായിലെ മുഴുവൻ അടിമകളെയും മോചിപ്പിച്ചില്ലെങ്കിൽ നഗരവും അവിടുത്തെ പ്രഭുക്കന്മാരെയും ചുട്ട് ചാമ്പലാക്കുമെന്ന മുന്നറിയിപ്പാണ് അവൾ റാസ്ഡലിന് സമ്മാനങ്ങൾക്ക് പകരമായി കൊടുത്തത്. തിരിച്ചു പോകുന്ന റാസ്ഡൽ മറ്റു പ്രഭുക്കന്മാരോടൊപ്പം ഡിനേറസിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ യുങ്കായ് നഗരത്തിന് സ്വന്തമായി സൈന്യം ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് സൺസ് എന്ന് വിളിക്കുന്ന കൂലിപ്പട്ടാളമാണ് ആ നഗരത്തെ കാക്കുന്നത്. അവരുടെ തലവന്മാരായ മെറോ, പെൻഡ്രാൽ, ഡാരിയോ നഹാരിസ് എന്നിവർ യുദ്ധത്തിന് മുൻപായി ഡിനേറസിനെ ഒരു സമാധാന ചർച്ചയ്ക്കായി കാണാനെത്തുന്നു. ഡിനേറസിനോട് വളരെ മോശമായി സംസാരിച്ച മെറോ അവൾ തന്റെ കൂടെ കിടന്നാൽ യുദ്ധം ഒഴിവാക്കാം എന്ന് പറഞ്ഞു. യുങ്കായിൽ നിന്നും കിട്ടാവുന്ന സ്വർണം എടുത്ത് 2 ദിവസത്തിനുള്ളിൽ അവിടം വിട്ടു പോയില്ലെങ്കിൽ നിങ്ങൾ മരിക്കുമെന്നായിരുന്നു അവരുടെ മറുപടി. തിരികെ തങ്ങളുടെ ക്യാമ്പിലെത്തിയ മോറോയും കൂട്ടരും ഡിനേറസിനെ കൊല്ലാനുള്ള ചുമതല ഡാരിയോ നഹാരിസിനെ ഏൽപ്പിച്ചു. അന്ന് രാത്രി ഡിനേറസിന്റെ മുറിയിൽ അതിക്രമിച്ചു കടന്ന ഡാരിയോ സെക്കൻഡ് സൺസിലെ മറ്റു 2 തലവന്മാരുടെയും തല അവൾക്ക് സമർപ്പിച്ചു. ഡിനേറസിൽ ആകൃഷ്ടനായിരുന്ന ഡാരിയോ അവന്റെയും സെക്കൻഡ് സൺസിന്റെയും സഹായം അവൾക്ക് വാഗ്ദാനം ചെയ്ത് അവരോടൊപ്പം ചേർന്നു. അതിനുശേഷം ഡാരിയോ യുങ്കായ് നഗരം കീഴടക്കാൻ ഡിനേറസിന് മുന്നിൽ ഒരു പദ്ധതി അവതരിപ്പിച്ചു. നഗരത്തിന്റെ പിന്നിൽ കാവൽക്കാർ കുറവായ ഒരു കോട്ടവാതിൽ വഴി അകത്ത് കയറി അവരെ ആക്രമിക്കുക. അന്ന് രാത്രി ജോറയും ഗ്രേവെമും ഡാരിയോയും കൂടെ കോട്ടയുടെ പിന്നിലെ കാവൽക്കാരെ കൊന്ന് അകത്ത് കടന്നു. പക്ഷെ ശബ്ദം കേട്ട് അവിടെ എത്തിയ യുങ്കായ് സൈന്യം അവരെ വളഞ്ഞു. എന്നാൽ അവർ 3 പേരും ആ രാത്രി മുഴുവൻ യുദ്ധം ചെയ്ത് ആ കോട്ട പിടിച്ചെടുത്തു. പിറ്റേന്ന് രാവിലെ ഈ കോട്ടയും നഗരവും നിങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡാരിയോ യുങ്കായുടെ കൊടി ഡിനേറസിന് നൽകുന്നു. യുങ്കായ് നഗരത്തിന്റെ വാതിലുകൾ ഡിനേറസിന് മുന്നിൽ തുറന്നപ്പോൾ വർഷങ്ങളായി നരകിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് അടിമകൾ പുറത്തേക്ക് വന്നു. പക്ഷെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരുന്ന അവർ ഭയത്തോടെയാണ് ഡിനേറസിനെ നോക്കുന്നത്. അവരെ പീഡിപ്പിക്കാൻ മറ്റൊരു യജമാനൻ വന്നു എന്നാണ് അവർ കരുതിയത്. ഭയന്ന് നിൽക്കുന്ന അവരോട് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്റെ ഔദാര്യമല്ലെന്നും അത് നിങ്ങളുടെ അവകാശമാണെന്നും പറയുന്ന ഡിനേറസ്, ഞാൻ നിങ്ങളുടെ യജമാനനല്ലെന്നും നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് പോകണോ അതല്ല എന്റെ കൂടെ വരണോ എന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്നും പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആദ്യത്തെ ആൾ ഡിനേറസ് ആയിരുന്നു. അവർക്കിടയിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ആ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ഡിനേറസിനെ അവരുടെ ഭാഷയിൽ അമ്മ എന്നർത്ഥമുള്ള മീസ എന്ന് വിളിച്ചു. ആ വിളി ഒരു തീപ്പൊരി പോലെ പടർന്നു. ആയിരക്കണക്കിന് മനുഷ്യർ ഒരേ സ്വരത്തിൽ മീസ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് നടക്കുന്ന ഡിനേറസിനെ അവർ ദൈവത്തെ പോലെ കണ്ട് ഒന്ന് തൊടാൻ വേണ്ടി കൊതിച്ചു. സ്നേഹം കൊണ്ട് അവളെ പൊതിഞ്ഞ ആ ജനം അവളെ തങ്ങളുടെ തോളിലേറ്റി. ആ വലിയ ജനസാഗരത്തിന് നടുവിൽ ഡിനേറസ് ഒരു നക്ഷത്രം പോലെ തിളങ്ങി നിന്നു. ആകാശത്ത് തങ്ങളുടെ അമ്മയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് അവളുടെ ഡ്രാഗണുകൾ പറന്നുയർന്നു.